മുൻ ബജറ്റുകളുടെ നൂതനാശയങ്ങളും ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോവുകയും പുതിയവ കൂട്ടിച്ചേർത്ത് അതിനെ വികസിപ്പിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് ഈ ബജറ്റിലും സ്വീകരിക്കുന്നത്. സർ, വേൾഡ് എക്കണോമിക് ഫോറം. സർ, കഴിഞ്ഞ ദിവസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളം ഒപ്പുവെച്ചത് 1.18 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താല്പര്യപത്രമാണ്. വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് കേരളത്തിൽ നിക്ഷേപം നടത്താനായി തയ്യാറായിരിക്കുന്നത്. മെഡിക്കൽ ടെക്നോളജി, വ്യവസായം, റിന്യൂവബിൾ എനർജി, ഡാറ്റാ സെന്റർ, എമർജിംഗ് ടെക്നോളജി എന്നീ മേഖലകളിലെ 27 കമ്പനികളിലാണ് താല്പര്യപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. സർ, ഹൈഡ്രജൻ വാലി. സർ, കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഹൈഡ്രജൻ വാലി പദ്ധതിയും ഹൈഡ്രജൻ ഇല്ലാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയും സംബന്ധിച്ച് നിർണായക നടപടികളിലേക്ക് കടക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സിയാൽ BPCLുമായി ചേർന്ന് ഗ്രീൻ ഹൈഡ്രജൻ ഡിസ്പോസിംഗ് യൂണിറ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയുണ്ടായി. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ച് ഗ്രീൻ കോപ്പ് കമ്പനിയിൽ നിന്നും 10,000 കോടി രൂപയുടെ നിക്ഷേപം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നമുക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു. തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി തുക അനുവദിക്കുന്നതാണ്. സർ, റെയർ എർത്ത് കോറിഡോർ. സർ, ബഹിരാകാശ ഗവേഷണം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ തോറിയം, സ്കാൻഡിയം തുടങ്ങിയ റെയർ എർത്ത് മൂലകങ്ങൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ സുലഭമാണ്. ഊർജ്ജോൽപാദനം, പ്രതിരോധ, വ്യോമയാന മേഖലകളിലും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഡ്രോണുകളുടെയും CT സ്കാൻ ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിനും ഇവ അപേക്ഷിതമാണ്. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു കേന്ദ്രം ചവറ KMML-നോട് ചേർന്ന് സ്ഥാപിക്കും. ഇതുവഴി രാജ്യത്തെ ഏറ്റവും വലിയ പെർമനന്റ് മാഗ്നറ്റ് ഹബായി മാറാൻ കേരളത്തിന് കഴിയും. കൂടാതെ 42,000 കോടി രൂപയുടെ നിക്ഷേപവും 50,000 തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നു. KMML, കർട്ടോൺ, TDC എന്നീ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ഒരു റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ രൂപീകരിക്കുന്നതിനായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. പ്രതിരോധ ഇടനാഴി. സർ, കേരളത്തിൽ ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നേവൽ കമാൻഡ്, സദേൺ എയർ കമാൻഡ്, നേവൽ അക്കാദമി, DRDO, NBOL, ബ്രഹ്മോസ് എയറോസ്പേസ്, VSSC, IAST, ISER തുടങ്ങി പ്രതിരോധ രംഗത്ത് വിവിധ സ്ഥാപനങ്ങളെ കൂട്ടിയിണക്കി ഒരു പ്രതിരോധ സാങ്കേതിക ഇന്നോവേഷൻ ഹബ് സ്ഥാപിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ഇതൊരു പ്രതിരോധ ഗവേഷണ വികസന ഇടനാഴിയായി വികസിപ്പിക്കും. ഇതിനായി 50 കോടി രൂപ പ്രാഥമികമായി മാറ്റിവെക്കുന്നു. സർ, മലയാളത്തിൽ ഉന്നത നിലവാരമുള്ള ഒരു വിശാല ഭാഷാ മാതൃക സൃഷ്ടിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനും ഡെവലപ്പർമാർക്കും ഇന്നോവേറ്റർമാർക്കും പ്രോത്സാഹനം നൽകുന്നതിനായി ഒരു സമയബന്ധിത മലയാള ഭാഷാ മാതൃക ചലഞ്ച് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആഗോള നിർമ്മിത ബുദ്ധി ഒരു പരിധിവരെ മലയാളത്തെ പിന്തുണയ്ക്കുമെങ്കിലും ഇത്തരം സംവിധാനങ്ങളൊക്കെയും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രഥമ സ്ഥാനം നൽകുന്ന വിധത്തിൽ രൂപീകരിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് മലയാളത്തിന് പ്രഥമ പരിഗണന നൽകുന്ന വിധത്തിൽ പഠന, ആശയവിനിമയം, സർഗസൃഷ്ടി, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഗുണനിലവാരത്തോടെ സ്ഥിരമായി ലഭ്യമാക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും പൂർണ്ണതോതിലായിട്ടില്ല. അതിനാൽ മലയാളത്തിന് പ്രഥമ നൽകുന്ന ഒരു മാതൃക സൃഷ്ടിക്കുന്നതിന് വഴി നിർമ്മിത ബുദ്ധിയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഭാഷയിൽ തന്നെ ലഭ്യമാകുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്. ഈ മേഖലയിലേക്ക് ഗണ്യമായ ഉപയോഗങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കുന്നതിന് ഡെവലപ്പർമാരെ സഹായിക്കുകയും ചെയ്യും. ഈ ലക്ഷ്യത്തിനായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ. ഡൽഹി, മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 1ാം ഘട്ടം, തൃശ്ശൂർ കോഴിക്കോട് 2ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. സാർ, തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുന്ന പദ്ധതി കിഫ്ബിയിലൂടെ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ പ്രാരംഭമായി ഫണ്ട് മുമ്പ് വെച്ചിരുന്നതാണ്. പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബൈപ്പാസുകൾ നിർമ്മിക്കുകയും ജംഗ്ഷനുകൾ വികസിപ്പിക്കുകയും ചെയ്തതാണ് ആദ്യഘട്ടം. ഇതിന്റെ ഭാഗമായി കൊട്ടാരക്കര ബൈപ്പാസിന് 110.36 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയിട്ടുള്ളതും ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നതാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ നിർമ്മാണവും ഉണ്ടാവും. സാർ, 1ാം ഘട്ടം MC റോഡ് വികസന പദ്ധതിക്കായി 5217 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നീക്കിവെക്കുന്നത്. സാർ, സൈബർ വാലി. സാർ, കൊച്ചിയിലെ 300 ഏക്കർ ഇൻഫോ പാർക്ക് ഫേസ് 3യിൽ ഒരു സൈബർ വാലി വികസിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. IT അധിഷ്ഠിത സേവനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ ഒരു കേന്ദ്രമായി സൈബർ വാലി പ്രവർത്തിക്കും. ആധുനിക നഗരജീവിതത്തിന് പര്യാപ്തമാകുന്ന ഡിജിറ്റൽ സൗകര്യങ്ങളോടൊപ്പം ഡിജിറ്റൽ സംരംഭകത്വവും തൊഴിലും സൃഷ്ടിക്കുന്ന കേന്ദ്രമാകും സൈബർ വാലി. PPP മാതൃകയിൽ ആസൂത്രണം ചെയ്യുന്ന ഈ പദ്ധതിക്കായിട്ട് 30 കോടി രൂപ പ്രാഥമികമായിട്ട് മാറ്റിവെക്കുന്നു. ആഗോള സ്കൂൾ. സർ, കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രതിവർഷം ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ പഠനങ്ങൾക്കുമായി ഏകദേശം 8,000 കോടി രൂപയിലധികം സംസ്ഥാനത്തിന് പുറത്തേക്ക് നൽകുന്നു എന്നാണ് കണക്ക്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയും പുതിയ കാലത്തിന് അനുയോജ്യമായ തൊഴിൽ പരിശീലനവും നൈപുണ്യ സമ്പാദനവും പ്രദാനം ചെയ്യുന്ന ആഗോള സ്കൂൾ കേരളത്തിൽ സ്ഥാപിക്കും. ഇക്കണോമിക്സിനും ഫ്യൂച്ചർ ടെക്നോളജിക്കുമായിരിക്കും ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയുടെ സർക്കാർ വിഹിതം നീക്കിവെക്കുന്നു.
സർ, വർക്ക് നിയർ ഹോം. സർ, കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കൊട്ടാരക്കരയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 150 പേർക്ക് ഐ ടി അധിഷ്ഠിത തൊഴിലെടുക്കാനുള്ള സൗകര്യമാണ് കൊട്ടാരക്കര വർക്ക് നിയർ ഹോമിലുള്ളത്. കൊല്ലം, വർക്കല, രാമനാട്ടുകര തുടങ്ങി കുറേ കേന്ദ്രങ്ങളിൽ ഇത് നിർമ്മാണ ഘട്ടത്തിലാണ്. വർക്ക് നിയർ ഹോം പദ്ധതി അടുത്ത വർഷം ചുരുങ്ങിയത് 200 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. കെട്ടിടങ്ങൾ വിട്ടു നൽകാൻ തയ്യാറുള്ള കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ഐ.ടികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകും. ഇതിനായിട്ട് 150 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതി. സർ, ഗോത്രമേഖലയിലെ 40 സ്കൂളുകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതിയുടെ വിജയത്തെ തുടർന്ന് ഇത് കൂടുതൽ സ്കൂളുകളിൽ നടപ്പിലാക്കും. കുറഞ്ഞത് 50 പട്ടിക വർഗ്ഗ വിദ്യാർത്ഥികളെങ്കിൽ പഠിക്കുന്ന 340 സ്കൂളുകളിലേക്കും കുറഞ്ഞത് 100 പട്ടികജാതി വിദ്യാർത്ഥികളെങ്കിൽ പഠിക്കുന്ന 300 സ്കൂളുകളിലേക്കായും അടുത്ത വർഷം ഈ പദ്ധതി വ്യാപിപ്പിക്കും. ഇതിനായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. പഞ്ചായത്ത് തല സ്കിൽ സെന്ററുകൾ. സർ, ദൂരസ്ഥലങ്ങളിൽ പോയി തൊഴിലെടുക്കാൻ കഴിയാത്ത, പല കാരണങ്ങളാൽ വീടുകളിൽ തന്നെ നിൽക്കേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലുകൾ പരിശീലിക്കാനുള്ള അവസരം ഗ്രാമങ്ങളിൽ ഒരുക്കും. സർക്കാർ മുൻകൈയിൽ സജ്ജമാക്കുന്ന ഇത്തരം സ്കിൽ സെന്ററുകളുടെ സ്ത്രീകൾക്ക് വിവിധ തൊഴിലുകൾ സ്വായത്തമാക്കാം. തുടർന്ന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ത്രീകൾ പര്യാപ്തരാകും. ഇതിനായി സ്കിൽ സെന്ററുകൾ വ്യാപിപ്പിക്കുന്നതിനും ഷീ വർക്ക് സ്പേസുകൾ നിർമ്മിക്കുന്നതിനുമായി പ്രാഥമികമായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, കമ്മ്യൂണിറ്റി തല സൗരോർജ്ജ ഉൽപ്പാദനം. സർ, ഗ്രാമപഞ്ചായത്തുകളെ ഊർജ്ജോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി പഞ്ചായത്തുകൾ കമ്മ്യൂണിറ്റി തല സൗരോർജ്ജ ഉൽപ്പാദനവും സംഭരണവും പ്രോത്സാഹിപ്പിക്കും. സൗരോർജ്ജം സംഭരിച്ച് വിതരണം ചെയ്യുന്ന സൗകര്യങ്ങൾ സൃഷ്ടിക്കും. അതിനായി ഓരോ പഞ്ചായത്തിലും 1 കോടി രൂപ വീതം നൽകുന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനത്ത് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 2 കോടി രൂപ നീക്കിവെക്കുന്നു. ബ്ലൂ എക്കണോമി. സർ, കേരളത്തിൽ സമ്പന്നമായ സമുദ്രോൽപ്പന്നങ്ങളുണ്ട്. വിഴിഞ്ഞം ഉൾപ്പെടെ തുറമുഖങ്ങളുടെ വളർച്ചയോടെ സമുദ്ര വിഭവങ്ങളുടെ വ്യവസായ രംഗത്ത് ഒരു പ്രധാന കേന്ദ്രമായി മാറാൻ കേരളത്തിന് കഴിയും. സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ചും ആധുനിക വ്യവസായങ്ങൾ തുടങ്ങി നമുക്ക് മുന്നേറാനാവും. PPP മോഡൽ വികസനത്തിന് ഈ രംഗത്ത് വലിയ സാധ്യതകളുണ്ട്. കേരളത്തിന്റെ ശക്തമായ മറൈൻ എക്കോസിസ്റ്റം സൃഷ്ടിച്ച് ബ്ലൂ എക്കണോമി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള കലാകേന്ദ്ര സ്ഥിരവേദികൾ. സർ, കേരളം കലാരൂപങ്ങളാൽ സമ്പന്നമായ നാടാണ്. നാടകവും നൃത്തങ്ങളും ആയോധന കലകളും തുടങ്ങി വിദേശികൾക്കുൾപ്പെടെ പ്രിയങ്കരമായ നിരവധി ആവിഷ്കാര രൂപങ്ങൾ നമുക്കുണ്ട്. ഇവ പ്രദർശിപ്പിക്കാനുള്ള സ്ഥിരം വേദികൾ എന്ന നിലയിൽ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ കേരള കലാകേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തും തുടർന്ന് കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിലും കേരള കലാകേന്ദ്രങ്ങൾ നിർമ്മിക്കും. പ്രാഥമികമായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗിഗ് തൊഴിലാളികൾ. സർ, ഗിഗ് തൊഴിലുകളുടെ ഇന്ന് വളരെയധികം സാർവത്രികമായിരിക്കുന്നു. ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന തൊഴിലുകൾ ഉൾപ്പെടെ ചെയ്യുന്ന ഗിഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഗൗരവമായി ഇനിയും അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. കൂടാതെ ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധികളിൽ അംഗമാകുന്നതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കും. ഗിഗ് തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗിഗ് ഹബ്ബുകൾ സർക്കാർ ഒരുക്കും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഓട്ടോ തൊഴിലാളികൾ. സർ, നമ്മുടെ ഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ഇന്ധന വിലവർദ്ധനവും മൂലം പ്രതിസന്ധി നേരിടുന്ന ഓട്ടോറിക്ഷ തൊഴിൽ രംഗത്തെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ചില നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. 1. പരിസ്ഥിതി സൗഹൃദ മാറ്റം. സർ, പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് 40,000 രൂപ വരെ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് അനുവദിക്കും. പലിശ ഇളവ്. സർ, ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനായി തെരഞ്ഞെടുത്ത പൊതുമേഖലാ ബാങ്കുകൾ വഴി എടുക്കുന്ന വായ്പകൾക്ക് 2% പലിശ ഇളവ് നൽകും. സർ, ഈ പദ്ധതികളുടെ നിർവഹണത്തിനായി 20 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കേരളത്തിലെ 5000-ലധികം അനൗപചാരിക ഓട്ടോ സ്റ്റാൻഡുകളെ സ്മാർട്ട് മൈക്രോ ഹബ്ബുകളായി മാറ്റാൻ സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ തൊഴിലാളി സൗഹൃദ സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡുകൾ നിർമ്മിക്കും. അവിടെ സോളാർ അധിഷ്ഠിത ചാർജിംഗ് സ്റ്റേഷനുകൾ യൂണിറ്റുകൾ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കും. ഈ പദ്ധതിക്ക് 20 കോടി രൂപ നീക്കിവെക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി. സർ, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. പദ്ധതിയുടെ ആകെ ചെലവിന്റെ 60% കേന്ദ്രം ഏറ്റെടുക്കുകയും നിശ്ചിത തൊഴിൽ ദിനങ്ങളിലേക്ക് അതിനെ ചുരുക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനത്തിന്റെ അർഹമായ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നടപടി മൂലമുള്ള സാമ്പത്തിക ഞെരുക്കത്തിന് പുറമെയാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്. ഇതോടെ കേരളം പോലെ മികച്ച രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സംസ്ഥാന സർക്കാർ അധിക തുക വകയിരുത്തുകയാണ്. സാർ, മുൻവർഷത്തിൽ നിന്നും അധികമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി രൂപ വകയിരുത്തുകയാണ്. സാർ, റിട്ടയർമെന്റ് ഹോമുകൾ. സർ, സംസ്ഥാനത്തെ ജനസംഖ്യയിൽ വയോജനങ്ങളുടെ അനുപാതം ഏകദേശം 20%-ത്തിനടുത്തായിട്ടുണ്ട്. അത് നാടിന്റെ സാമൂഹിക സാമ്പത്തിക വികസന മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ നിർണായകമായി പരിഗണിക്കേണ്ട ഘടകമാണ്.
വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വയോജനങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കേണ്ടതുണ്ട്. അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ, കളിസ്ഥലങ്ങൾ, ഉപാധികൾ, ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ തുടങ്ങിയ ഉണ്ടാവണം. കൂടാതെ ആരോഗ്യ വോളണ്ടിയർമാരുടെ സേവനവും ഇത്തരം കേന്ദ്രങ്ങൾ ഉറപ്പുവരുത്തണം. ഇത്തരം റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കാൻ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി നൽകും. ഇതിനായി 30 കോടി രൂപ പ്രാഥമികമായിട്ട് നീക്കിവെക്കുന്നു. സർ, വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വ്യക്തികൾക്ക് സഹായം നൽകുന്നതിനായി സന്നദ്ധ വോളണ്ടിയർമാരുടെ സേവന പ്രാദേശിക സ്ഥലത്തിൽ രൂപീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും. മുതിർന്നവർക്ക് ചികിത്സ ഉൾപ്പെടെയുള്ള സഹായത്തിനായി വിളിക്കുവാൻ ടെലിഫോൺ നമ്പറുകൾ പരസ്യപ്പെടുത്തും. ഓൺ കോൾ വോളണ്ടിയർമാരുടെ സേവനം തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും നടപ്പിലാക്കുക. ഈ പദ്ധതിക്കായിട്ട് പ്രാഥമികമായിട്ട് 10 കോടി രൂപ പ്രൊജക്റ്റിന് വേണ്ടി മാറ്റിവെക്കുന്നു. സർ, ക്യാൻസർ, ലെപ്രസി, ക്ഷയം, എയ്ഡ്സ് രോഗബാധിതരുടെ പ്രതിമാസ പെൻഷൻ 1000 രൂപ വർധന വരുത്തി 2000 രൂപയായി ഉയർത്തുന്നു. അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട്. സർ, അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് നിലവിൽ 10 ലക്ഷം രൂപയാണ്. ഇത് കാലാനുസൃതമായി പരിഹരിക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് ഘട്ടം ഘട്ടമായി 20 ലക്ഷമായി ഉയർത്തുന്നതാണ്. സർ, ഇൻഷുറൻസ് പരിരക്ഷ. അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ഉണ്ടാകും. സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി. സർ, ഇത് കൂടാതെ കേരളത്തിലെ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വർഷം 15 കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. സർ, സൗജന്യ വിദ്യാഭ്യാസം ബിരുദതലം വരെ നൽകുന്ന ഒരു പദ്ധതി. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. നിലവിൽ +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. സർ, മെഡിസപ്പ് 2.0. സർ, കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാരുമായ 11 ലക്ഷത്തോളം പേർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. ഏത് പ്രായത്തിലുള്ളവരും യാതൊരു മെഡിക്കൽ പരിശോധനകളില്ലാതെ ഇതിൽ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനം നൽകുന്നു. സർ, 104 വയസ്സുള്ള വ്യക്തി വരെ മെഡിസപ്പിൽ ചേർന്ന് ഇൻഷുറൻസ് സേവനം സ്വീകരിച്ചിട്ടുണ്ട്. മെഡിസപ്പിന്റെ 1-ാം ഘട്ട പദ്ധതി പൂർത്തിയായിരിക്കുന്ന വേളയിൽ കൂടുതൽ പാക്കേജുകളും ആശുപത്രികളെയും ഉൾപ്പെടുത്തി മെഡിസപ്പ് 2.0 പ്രഖ്യാപിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ ഈ പദ്ധതി നിലവിൽ വരും. സർ, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസപ്പ് മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കും. സർ, സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസപ്പ് മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതിയും ആവിഷ്കരിക്കും. സർ, മോട്ടോർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ വിപുലീകരിക്കേണ്ടതുണ്ട്. ക്ഷേമനിധിയിൽ അംഗങ്ങളായ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് വളരെ ചെലവ് കുറഞ്ഞ വിഹിതം അടയ്ക്കുന്ന തരത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള ലൈഫ് സേവർ പദ്ധതി. സർ, സംസ്ഥാനത്ത് പ്രതിവർഷം 48,000 റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരം അപകടങ്ങളിൽ പെടുന്നവർക്ക് സമയബന്ധിതമായി ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർപ്പെട്ട സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാവും. ഇതിനായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ഈ പദ്ധതിക്കായി സർക്കാർ 15 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, പുതിയ ഒരു ഇൻഷുറൻസ് പദ്ധതി. സർ, സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്കായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നു. താരതമ്യേന ചെറിയ തുക അടച്ച് ചേരാൻ കഴിയുന്ന ഇൻഷുറൻസ് പദ്ധതി ബജറ്റ് വർഷം തന്നെ നടപ്പിലാക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസാൻസ് മേഖല. സർ, ആർട്ടിസാൻസ് മേഖലയിൽ തൊഴിലെടുക്കുന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. സ്വർണ്ണപ്പണിക്കാർ, ലോഹപ്പണിക്കാർ, കൽപ്പണിക്കാർ, തടിപ്പണിക്കാർ, കരകൗശല തൊഴിലാളികൾ തുടങ്ങി പരമ്പരാഗത തൊഴിലാളികൾ ധാരാളമുള്ള ഈ മേഖലയിലെ തൊഴിലുകളെ സംരക്ഷിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആർട്ടിസാൻസ് മേഖലയിലുള്ളവർക്ക് ആധുനിക തൊഴിലുപകരണങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ സഹായം നൽകും. 50% വരെ സർക്കാർ സബ്സിഡിയോടെ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിക്കായി പ്രാഥമികമായി 5 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, മൺപാത്ര നിർമ്മാണം കേരളത്തിലെ പ്രധാന പരമ്പരാഗത വ്യവസായ മേഖലകളിലൊന്നാണ്. ഇന്നിപ്പോൾ പരിസ്ഥിതി സൗഹൃദമായ മൺപാത്ര നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിനായി 1 കോടി രൂപ അധികമായി അനുവദിക്കുന്നു. സർ, നേറ്റിവിറ്റി കാർഡ്. സർ, രാജ്യത്ത് പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളെ കേരള സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിശക്തമായി എതിർക്കുകയുണ്ടായി. ഇപ്പോൾ SIR അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള നീക്കങ്ങളിൽ ജനങ്ങളിൽ ആശങ്ക വന്നിട്ടുണ്ട്.
SIR സംബന്ധിച്ച് ശക്തമായ നിലപാടുകൾ കേരള സർക്കാർ കേന്ദ്രത്തെയും സുപ്രീം കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. SIR നടപ്പിലാക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. തലമുറകളായി കേരളത്തിൽ ജീവിച്ചു വരുന്ന മനുഷ്യരുടെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാനം നേറ്റിവിറ്റി കാർഡ് എന്ന രേഖ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡുകൾ നൽകുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ചെലവുകൾക്കായി പ്രാഥമികമായി 20 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, കേരളം ചരിത്രാതീത കാലം മുതൽക്കേ സഹിഷ്ണുതയ്ക്കും സാംസ്കാരിക സമന്വയത്തിനും പേരുകേട്ട നാടാണ്. വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഇവിടേക്ക് വന്നു. അവയ്ക്കെല്ലാം വേരോട്ടമുണ്ടായി. പരസ്പര സഹകരണത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷം എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു. ഹിന്ദുമതവും ബുദ്ധമതവും ക്രിസ്തുമതവും ഇസ്ലാം ജൂതമതവും എല്ലാം ശക്തമായി ഇവിടെ നിലനിന്നു പോന്നു. തരിസാപ്പള്ളി ശാസനവും കരിമാടിക്കുട്ടനും കൊടുങ്ങല്ലൂരിലെ ചേർമാൻ പള്ളിയും കൂനൻകുരിശ സത്യവുമെല്ലാം ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ മാത്രമല്ല, മറിച്ച് ഈ നാടിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ അടയാളങ്ങൾ കൂടിയാണ്. വിവിധ മതങ്ങളെയും സംസ്കാരങ്ങളെയും അംഗീകരിച്ചും ആദരിച്ചുമാണ് ഇന്നത്തെ കേരളത്തിലേക്ക് നാം എത്തിയത്. അയ്യപ്പന്റെയും വാവരുടെയും ഐതിഹ്യത്തിൽ പോലും മതസാഹോദര്യത്തിന്റെ ഇഴകൾ ചേരുന്നുണ്ട്. ഈ ഐക്യവും സാഹോദര്യവും മറ്റു പല പ്രദേശക്കാർക്കും ചിലപ്പോൾ അത്ഭുതമുളവാക്കിയേക്കാം. കേരളത്തിന്റെ ചരിത്രപരമായ ഈ സാഹോദര്യത്തെ ചേർത്ത് നമുക്ക് കൂടുതൽ കരുത്തോടെയും ചൈതന്യത്തോടെയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തിന്റെ മത സാംസ്കാരിക സാഹോദര്യത്തിന്റെ ചരിത്രവും നാൾവഴികളും വിശകലനാത്മകമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി ഒരു പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നു. അതിനായി ഈ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളും ശ്രീമൂലം പ്രജാസഭയിലെ അംഗവുമായിരുന്ന കാവാരിക്കുളം കണ്ണൻകുമാറിന് തിരുവനന്തപുരം ജില്ലയിൽ നേമം വില്ലേജിൽ ഉചിതമായ ഒരു സ്മാരകവും ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമുണ്ട്. ഏതായാലും അതിനായി 1.5 കോടി രൂപ അനുവദിക്കുന്നു. അയ്യാ വൈകുണ്ഠസ്വാമിക്ക് സ്മാരകം സ്ഥാപിക്കും. അതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, മഹാത്മാഗാന്ധി തന്റെ 5ാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനത്തിലെ അവസാന പൊതുപരിപാടിയിൽ പങ്കെടുത്തത് 1937 ജനുവരി 21 തൃക്കണ്ണമംഗൽ ക്ഷേത്രത്തിലായിരുന്നു. ക്ഷേത്രം എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുക്കുന്നതിനായിരുന്നു ചടങ്ങ്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസും റെസ്റ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കര മുസാവരി ബംഗ്ലാവിലായിരുന്നു ഗാന്ധിജി വിശ്രമിച്ചത്. ഗാന്ധിജിയുടെ ഓർമ്മകളുള്ള മുസാവരി ബംഗ്ലാവിൽ മഹാത്മാഗാന്ധി പബ്ലിക് ലൈബ്രറിയും ഗാന്ധി സ്മാരകവും സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. സർ, യുവജന ക്ലബ്ബുകൾക്ക് പ്രവർത്തന ഗ്രാന്റ്. സർ, നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യുവാക്കളുടെ നേതൃത്വത്തിൽ നിരവധി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് പലതിൻ്റെയും പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയാണ്. നാടിനാകെ ഉണർവ് നൽകുന്ന ക്ലബ്ബുകളെ ശാക്തീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലബ്ബുകൾക്ക് പ്രതിവർഷം 10,000 രൂപ പ്രവർത്തന ഗ്രാന്റ് നൽകുന്ന ഒരു പദ്ധതി ഈ സർക്കാർ പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ മാറ്റിവെക്കുന്നു. കുടുംബശ്രീ. സർ, കേരളത്തിന്റെ അഭിമാനമായ കുടുംബശ്രീ വിപ്ലവകരമായ ഒരു പുതിയ കാൽവയ്പ് നടത്തിയിരിക്കുകയാണ്. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ ടെക്നോളജി കോൺക്ലേവിലൂടെ ഇന്ത്യയിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും സർവകലാശാലയിൽ നിന്നുമായി 180 സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇവയെ ഉപയോഗിച്ച് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച മികച്ച ഗുണനിലവാരമുള്ള 30 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗ്ലോബൽ ലോഞ്ച് നടത്തിക്കഴിഞ്ഞു. ഇനി 150 ഉൽപ്പന്നങ്ങൾ കൂടി അടുത്ത ഘട്ടത്തിൽ വിപണിയിൽ ഇറക്കും. കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നും ഇതിനകം തന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് താല്പര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാർ, ആൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കുടുംബശ്രീയുടെ ധാരണാപത്രം ഒപ്പുവെക്കാനും വന്നിട്ടുണ്ട്. കുടുംബശ്രീക്ക് ആഗോള വിപണിയിലേക്കുള്ള കവാടം തുറന്നു നൽകുന്നതിനും വനിതാ സംരംഭകർക്ക് മികച്ച വരുമാനവും ഒപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരവും ലഭ്യമാക്കാനുള്ള വലിയൊരു കുതിപ്പിനാണ് കുടുംബശ്രീ ഇതിലൂടെ തുടക്കം കുറിക്കുന്നത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരവും വിപണനവും ലക്ഷ്യമിട്ടുകൊണ്ട് മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് കുടുംബശ്രീ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്തുടനീളമുള്ള റെസ്റ്റോറൻറ്റുകൾ, പ്രൊഡക്റ്റ് ബ്രാൻഡിംഗ്, ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ബന്ധം എന്നിവയിൽ ഊന്നിയായിരിക്കും പ്രവർത്തനം. ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഫുൾഫിൽമെന്റ് സെന്ററുകൾ സ്ഥാപിക്കുകയും അവ ഉത്പാദകരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിനായി 22.27 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രാമീണ വനിതാ തൊഴിലിടങ്ങളും കമ്മ്യൂണിറ്റി കിച്ചൺ ഫാക്ടറികളും. സർ, എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ രേഷ്മ എന്ന യുവ സംരംഭക നേതൃത്വം നൽകുന്ന ടോക്ക് ഓഫ് ചിപ്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയെ പരിചയപ്പെടുത്താം. കുടുംബശ്രീ അംഗങ്ങളായ ശുഭയും സംഘവുമാണ് ഈ ചിപ്സ് ഉൽപ്പാദനത്തിന്റെ യൂണിറ്റ് മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇത്തരത്തിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാൻ സർക്കാർ പിന്തുണ നൽകും. ഇതിനൊപ്പം പ്രാദേശിക തലത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വ്യാപകമാക്കുന്ന പദ്ധതിക്കും സർക്കാർ പിന്തുണ നൽകും. പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളെ ശാസ്ത്രീയമായ സംസ്കൃതത്തിലുള്ള പ്രീമിയം ബ്രാൻഡുകളായി മാറ്റുന്നതിനും കുടുംബശ്രീ അംഗങ്ങൾക്ക് ആഗോള വിപണിയിൽ മത്സരിക്കാൻ തക്കമുള്ള സാങ്കേതിക പരിശീലനം നൽകുന്നതിനും ഈ പദ്ധതി മുൻഗണന നൽകുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെയും സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടെയും നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി 10 കോടി രൂപ ഞാൻ വകയിരുത്തുന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മികച്ച വരുമാനവും മാന്യമായ തൊഴിൽ സാഹചര്യവും ഒരുക്കാൻ ഇതിലൂടെ സാധിക്കും. സർ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ വികസനം. സർ, തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന് ഉന്നത വിദ്യാഭ്യാസം, പരിശീലനം, സാമ്പത്തിക ശാസ്ത്രത്തിലും പൊതുനയത്തിലുള്ള ഗവേഷണം എന്നിവയ്ക്കുള്ള ലോകോത്തര നിലവാരമുള്ള സ്ഥാപനമായി വിപുലീകരിക്കും. IIT-കൾ, IIM-കൾ പോലുള്ള മുൻനിര സ്ഥാപനങ്ങളുടെ മാതൃകയിൽ വികസിപ്പിച്ച് അധ്യാപനത്തിനും ഗവേഷണത്തിനുമുള്ള രാജ്യത്തെ മുൻനിര മികവിന്റെ കേന്ദ്രമായി CDS-നെ മാറ്റും. ഇതിനായി ഒരു പുതിയ
അത്യാധുനിക ക്യാമ്പസ് ഘട്ടം ഘട്ടമായി നിർമ്മിക്കുന്നതിന് ആദ്യഘട്ടമായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഭാഗം 3. സർ, സംസ്ഥാനത്തിന്റെ 14ാം പഞ്ചവത്സര പദ്ധതിയിലെ അവസാന വാർഷിക പദ്ധതിയാണ് 26-27 അടുത്ത വർഷം മുതൽ 15ാം പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കമാവും. സംസ്ഥാനത്തിന്റെ 15ാം പദ്ധതിയുടെ പരിപ്രേക്ഷണം സംബന്ധിച്ച ചർച്ചകൾ വളരെ മുൻകൂട്ടി ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആസൂത്രണത്തിന് തുടർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ആസൂത്രണം ഉപേക്ഷിച്ചിട്ട് നാളേറെയായി. നെഹ്റുവിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ആസൂത്രണത്തെ കൈയൊഴിഞ്ഞു. കേരളം ആസൂത്രണത്തെ മുറുകെ പിടിക്കുന്നതിന് കാരണമുണ്ട്. 1957 അധികാരമേറ്റ EMS സർക്കാർ ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ വഹിച്ച പങ്ക് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. 1957 സർക്കാരിന്റെ രൂപീകരണത്തിന് മുമ്പ് നടന്ന വികസന സംവാദവും അതിലൂടെ ഉരുത്തിരിഞ്ഞ വികസന പരിപ്രേക്ഷ്യവുമാണ് ചെറിയ സമയത്തിനുള്ളിൽ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന പരിഷ്കാരങ്ങൾ തുടങ്ങാൻ ആ സർക്കാർ പ്രാപ്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളുടെ അടിസ്ഥാനവും വ്യക്തതയാർന്ന ഈ വികസന ദർശനമാണ്. 2026-27 വാർഷിക പദ്ധതിയുടെ കാര്യത്തിലും 15ാം പദ്ധതിയുടെ കാര്യത്തിലും കൃത്യതയാർന്ന ഒരു വികസന ദർശനത്തോടെയാണ് സർക്കാർ നീങ്ങുന്നത്. സാർ, ഈ വർഷത്തെ പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 10% കൂടുതലാണ്. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ സർക്കാരിന്റെ വാർഷിക പദ്ധതിയിൽ ഇത്രയും വർധനവ് വരുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിമാനമുണ്ട്. പ്രതീക്ഷിത കേന്ദ്ര സഹായം ഉൾപ്പെടെ ആകെ പദ്ധതി 44,574.66 കോടി രൂപയാണ്. സർ, കൃഷി. സർ, കേരളത്തിലെ കാർഷിക രംഗം 2011-12 മുതൽ തളർച്ചയിലായിരുന്നു. എന്നാൽ ഈ തളർച്ചയുടെ ഘട്ടത്തെ നാം കഴിഞ്ഞ 5 വർഷങ്ങളിൽ മറികടന്നു. കാർഷിക മേഖലയിലെ വളർച്ച ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. കാർഷികാനുബന്ധ മേഖലയുടെ പദ്ധതി അടങ്കൽ 2071.95 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് 234.73 കോടി രൂപ കേന്ദ്ര വിഹിതമായി പ്രതീക്ഷിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കാർഷിക മേഖലയിലെ പദ്ധതി ചെലവ് ഗണ്യമായ വർധനവ് കൈവരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കാർഷിക മേഖലയിലെ വളർച്ചയ്ക്കായി ലോകബാങ്ക് വായ്പാ സഹായത്തോടെ കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര എന്ന ബൃഹത്തായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. കേരള പദ്ധതിക്കായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. നെല്ലിന്റെ സംഭരണ വില ഈ സർക്കാർ കിലോയ്ക്ക് 30 രൂപയായി വർദ്ധിപ്പിച്ചു. സർ, നെൽകൃഷിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻപുട്ട് സബ്സിഡികൾ നൽകുന്നത് കേരളത്തിലാണ്. എല്ലാ സീസണിലും ഹെക്ടറിന് 5,000 രൂപ നിരക്കിൽ ഇൻപുട്ട് സഹായവും 1,000 രൂപ നിരക്കിൽ ഉത്പാദന ബോണസും ഉടമയ്ക്ക് 3,000 രൂപ റോയൽറ്റി നൽകി വരുന്നു. തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നതിന് ഹെക്ടറിന് 40,000 രൂപ വരെയും സഹായം നൽകി വരുന്നു. സർ, കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന 95% നെല്ല് സർക്കാരാണ് സംഭരിക്കുന്നത്. നിലവിൽ PRS വായ്പാ രീതി ഒഴിവാക്കി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കർഷകർക്ക് സംഭരണ സമയത്ത് തന്നെ നേരിട്ട് പണം നൽകുന്ന പുതിയ ദ്വിതല സംഭരണ സംവിധാനമാണ് നടപ്പാക്കുന്നത്. കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെയും ഡിജിറ്റൽ പോർട്ടലിന്റെ മേൽനോട്ടത്തിലും വരാനിരിക്കുന്ന സീസൺ മുതൽ തന്നെ ഈ സംവിധാനം നിലവിൽ വരും. നെല്ല് വികസന പദ്ധതികളുടെ സംയോജനത്തിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് VFPCക്ക് 18 കോടി രൂപയും കൃഷി വകുപ്പിന്റെ വിവിധ പച്ചക്കറി വികസന പ്രവർത്തനങ്ങൾക്കായി 60.45 കോടിയും രൂപ ഉൾപ്പെടുത്തുന്നു. നാളികേര വികസനത്തിനായി 73 കോടി രൂപ വകയിരുത്തുന്നു. സുഗന്ധവ്യഞ്ജന വികസന പദ്ധതിയുടെ അടങ്കൽ 7.6 കോടിയിൽ നിന്ന് 15 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സർ, സംസ്ഥാനത്ത് പഴവർഗ്ഗങ്ങൾ, പൂക്കൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമം വർദ്ധിപ്പിക്കുന്നു 20.92 കോടി രൂപ വകയിരുത്തുന്നു. കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടി രൂപ വകയിരുത്തുന്നു. ഉൽപാദന സംഘങ്ങളുടെ സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണിന്റെ ആരോഗ്യ പരിപാലനവും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തലും പദ്ധതിക്കായി 31.15 കോടി വകയിരുത്തുന്നു. ജൈവ കൃഷിയും ഉത്തമ കൃഷി രീതികളും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്കായി 5.25 കോടി രൂപ വകയിരുത്തുന്നു. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപാദനത്തിനും വിതരണത്തിനും കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഫാമുകൾ മെച്ചപ്പെടുത്തുന്നതിനായി 13.44 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക മേഖലയിൽ ശാസ്ത്രവിജ്ഞാന വ്യാപനം മെച്ചപ്പെടുത്തുന്നതിനായി 15.40 കോടി രൂപ വകയിരുത്തുന്നു. സർ, തൊഴിലാളി ക്ഷാമം മറികടക്കുന്നതിനും യന്ത്രവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാർഷിക സേവന കേന്ദ്രങ്ങൾ, കാർഷിക കർമ്മസേനകൾ, കസ്റ്റം ഹിയറിംഗ് സെന്ററുകൾ എന്നിവ ശക്തിപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് ഒറ്റ കേന്ദ്രത്തിലൂടെ സേവനങ്ങൾ നൽകുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. വിള ഇൻഷുറൻസ് പദ്ധതിക്കായി 33.14 കോടി രൂപ വകയിരുത്തുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, കൃഷി ഉന്നതി യോജന, മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നിവയുടെ സംസ്ഥാന വിഹിതമായ 40% 78.14 കോടി രൂപ വകയിരുത്തുന്നു. ആധുനിക കാർഷിക രീതികൾ പരിചയപ്പെടുത്തുന്ന പദ്ധതിക്കായിട്ട് യുവതലമുറയെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. സർ, ഹൈടെക് പ്രിസിഷൻ ഫാമിംഗിൽ സംരംഭങ്ങൾ തുടങ്ങാൻ 3% പലിശ സബ്സിഡിയോടെ വായ്പകൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഈ 10 കോടി രൂപ പലിശയുടെ ഇളവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് പ്രത്യേകത. മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണ മേഖലയിലെ വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 81.24 കോടി രൂപ വകയിരുത്തുന്നു.
മൃഗസംരക്ഷണം. കേരളത്തിലെ പാലുൽപാദനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രതിദിനം 10 ലക്ഷം ലിറ്ററിന്റെ വർധനവ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാംസോൽപാദന മേഖലയിലും പൗൾട്രി മേഖലയിലും പുതിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാർ, മൃഗസംരക്ഷണ മേഖലയിൽ പൊതുവിലുള്ള സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വലിയ ഡയറി ഫാമുകളും അറവുശാലകളും കൊണ്ടുവരികയും വേണം. തീരെ ചെറിയ ഉൽപാദന യൂണിറ്റുകളിൽ നിന്ന് വളർന്ന് 50-100 പശുക്കളുള്ള ഡയറി ഫാമുകളും 10,000-20,000 അതിൽ കൂടുതലോ പക്ഷികളുള്ള പൗൾട്രി ഫാമുകളും വൃത്തിയുള്ളതും ലോകോത്തര നിലവാരത്തിലുള്ള അറവുശാലകളും നമുക്ക് അടിയന്തരമായി വേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി 2021 പഞ്ചായത്ത് മുനിസിപ്പൽ ചട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഭേദഗതികൾ ഈ സർക്കാർ കൊണ്ടുവന്നിരുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 318.46 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും 12.76 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സങ്കരയിന ബീജസങ്കലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്കായിട്ട് 9.2 കോടി രൂപ വിലയിരുത്തുന്നു. മൃഗസംരക്ഷണ സേവനങ്ങൾ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്ന പദ്ധതിക്കായി 18.5 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഫാമുകളുടെ സംരക്ഷണത്തിന് 18 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വെറ്റിനറി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആകെ വിഹിതമായി 38 കോടി രൂപ വകയിരുത്തുന്നു. പ്രത്യേക കന്നുകുട്ടി പരിപാലന പരിപാടിയുടെ ഭാഗമായി 7.5 കോടി രൂപ വകയിരുത്തി പദ്ധതി വിഹിതം അധികമായി വകയിരുത്തി 48.5 കോടി രൂപയിൽ നിന്നും 56 കോടി രൂപയെ വർദ്ധിപ്പിക്കുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 44.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കായി 30.46 കോടി രൂപയും പൗൾട്രി വികസന കോർപ്പറേഷൻ 10 കോടി രൂപയും വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് 6.14 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഫീഡ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് 22.2 കോടി രൂപ വരുത്തുന്നു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കായി 69 കോടി രൂപ വകയിരുത്തുന്നു. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 8.7 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീരവികസനം. സാർ, ക്ഷീരവികസന മേഖലയ്ക്കായി 26-27 വർഷത്തിൽ ആകെ 128.05 കോടി രൂപ വകയിരുത്തുന്നു. ധർമ്മടം വേങ്ങാട് ഗ്ലോബൽ ഡയറി വില്ലേജ് പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങൾ മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് 5.2 കോടി രൂപ അധികം അനുവദിച്ച് പദ്ധതി വിഹിതം 45 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശ സേവനങ്ങൾക്കുള്ള വിഹിതം 12 കോടിയായി വർദ്ധിപ്പിക്കുന്നു. പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നതിന് 22.55 കോടി രൂപ വകയിരുത്തുന്നു. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ലബോറട്ടറികൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി 8 കോടി രൂപ വകയിരുത്തുന്നു. പാലുൽപാദകർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിനായി 8 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ക്ഷീര കർഷക സമിതിയിലേക്ക് 4 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സ്റ്റേറ്റ് ഫോഡർ ഫാമും മോഡൽ ഡയറി യൂണിറ്റും തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിൽ സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യബന്ധനം. സാർ, മത്സ്യബന്ധന മേഖലയിൽ 3 പ്രധാനപ്പെട്ട മേഖലകളാണ് ഈ സർക്കാർ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഒന്നാമതായി മത്സ്യത്തൊഴിലാളികളുടെ ജീവസുരക്ഷ ഉറപ്പുവരുത്തുകയും കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. രണ്ടാമതായി കടൽക്ഷോഭം നേരിടുന്ന ഗ്രാമങ്ങളുടെ പുനരധിവാസവും അതിന്റെ ഭാഗമായി നടപ്പാക്കി വരുന്ന ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ പുനർഗേഹം. മൂന്നാമതായി ഉൾനാടൻ മത്സ്യബന്ധന മേഖലയുടെ വികാസം. ഇതിനൊക്കെ പുറമെ ഈ സർക്കാർ പൊതുവിൽ മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് വേണ്ടി ഒരു ബ്ലൂ എക്കോണമി നയവും ഒരുക്കിയിട്ടുണ്ട്. സാർ, മത്സ്യബന്ധന വകുപ്പിന് 166.31 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 35.31 കോടി രൂപയും കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയ്ക്ക് 37.5 കോടി രൂപയും ഉൾപ്പെടെ ആകെ 239.12 കോടി വകയിരുത്തുന്നു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി 22 കോടി രൂപയും വകയിരുത്തുന്നു. മത്സ്യകൃഷി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി അക്വാകൾച്ചർ വികസന പദ്ധതിക്ക് വിഹിതം 70 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. ഇതിന് പുറമെ അക്വാകൾച്ചർ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് 7.11 കോടി രൂപയും വകയിരുത്തുന്നു. കടൽ സുരക്ഷാ പദ്ധതിക്കായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസനത്തിനായി മുൻവർഷത്തെക്കാൾ 7 കോടി വർദ്ധിപ്പിച്ച് 183.98 കോടി രൂപ വകയിരുത്തുന്നു. ഇത് തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ മാനവശേഷി വികസനത്തിനും ആയി 143 കോടി രൂപയും ഉൾപ്പെടുന്നു. സാർ, പുനർഗേഹം പദ്ധതിക്ക് 4.2 കോടി രൂപ വർദ്ധിപ്പിച്ച് 60 കോടി രൂപയിൽ നിന്നും 64.2 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സംയോജിത തീരദേശ വികസനത്തിന് 15 കോടി ആയിട്ട് നിശ്ചയിക്കുന്നു. മത്സ്യബന്ധന തൊഴിലാളികളുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളും മാനവശേഷി വികസനം എന്ന പദ്ധതിക്ക് 69 കോടി വകയിരുത്തുന്നു. മത്സ്യബന്ധങ്ങളുടെ തുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികളും മണ്ണ് നീക്കലും പദ്ധതിക്ക് 12.3 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യ ഫാമുകളുടെ കാര്യത്തിനായി 18 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് 13.31 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലെ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണത്തിനും കടൽപ്പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണത്തിനുമായി 20 കോടി വകയിരുത്തുന്നു. സംയോജിത മത്സ്യവികസന പ്രോജക്റ്റിനായി 12 കോടി വകയിരുത്തുന്നു. സാർ, വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 288.6 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി വിവിധ വകുപ്പുകൾ ഏകോപിത പ്രവർത്തനം ഉറപ്പാക്കിക്കൊണ്ട് നാം ബൃഹത്തായ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സ്മാർട്ട് ഫിസിക്കൽ ബാരിയറുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വന്യജീവി ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടുത്തൽ, ജനബോധവൽക്കരണം, റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും പ്രാഥമിക പ്രതികരണ ടീമുകളും ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. 793 കിലോമീറ്റർ നീളത്തിൽ പുതിയ സോളാർ വേലികൾ സ്ഥാപിക്കുകയും പ്രവർത്തനരഹിതമായിരുന്ന 1954 കിലോമീറ്റർ സോളാർ വേലികൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സംസ്ഥാന തലത്തിലും ഡിവിഷൻ തലത്തിലും
എമർജൻസി ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാനത്തിന് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വന്യജീവി സംഘർഷങ്ങളുടെ നഷ്ടപരിഹാര തുക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നവയിൽ ഒന്നാണ് സാർ. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവഹാനി സംഭവിക്കുന്ന വന്യമൃഗ സംഘർഷങ്ങൾ കൂടുതൽ ലഘൂകരിക്കുകയും അതിവേഗം ഫലപ്രദമായ പരിഹാരങ്ങൾ നടപ്പാക്കുകയും വേണം. ഇതിനായിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് മുൻവർഷത്തേക്കാൾ 29.6 കോടി രൂപ വർദ്ധിപ്പിച്ച് 100 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണ എന്ന പദ്ധതിയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന് 50 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വ്യവസ്ഥനായി 50.3 കോടി രൂപ വിലയിരുത്തുന്നു. തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. കോഴിക്കോട് ബയോളജിക്കൽ പാർക്കിലെ പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. വിപണനം, സംഭരണം, വെയർഹൌസിംഗ്. സാർ, കാർഷിക വിപണനം, സംഭരണം, വെയർഹൌസിംഗ് മറ്റു പരിപാടികൾ എന്നിവയ്ക്കായി 164.31 കോടി രൂപ വകയിരുത്തുന്നു. 43.9 കോടി രൂപ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സഹായ പദ്ധതിക്കായും 10 കോടി രൂപ RIDF കീഴിൽ കാർഷിക അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും 8 കോടി രൂപ വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കും 2 കോടി രൂപ കർഷക ക്ഷേമ ഫണ്ട് ബോർഡിന് വേണ്ടിയുമാണ്. ഗ്രാമവികസനം. സർ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിന് ഗ്രാമവികസന മേഖലയ്ക്ക് വൻ പ്രാധാന്യമാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. ഗ്രാമവികസന മേഖലയ്ക്ക് 1997.91 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തേക്കാൾ 69.58 കോടി രൂപ അധികമാണ്. ഇതിൽ ഗ്രാമവികസന പരിപാടികൾക്ക് 510.10 കോടിയും സാമൂഹ്യ വികസനത്തിനും പഞ്ചായത്തിനുമുള്ള 1399.81 കോടിയും ഉൾപ്പെടുന്നു. സർ, കുടുംബശ്രീ, സൂക്ഷ്മ സംരംഭങ്ങൾ, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീയുടെ ബജറ്റ് വിഹിതം 275 കോടിയായി വകയിരുത്തുന്നു. ഗുണമേന്മയുള്ള ചിക്കൻ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതി വ്യാപിപ്പിക്കും. സാർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2026-27 വർഷത്തിൽ EPEP 2.0 എന്ന പേര് തുടരുന്നതാണ്. ദാരിദ്ര്യമുക്തമായ കുടുംബങ്ങളെ തുടർന്ന് പിന്തുണയ്ക്കാനും അവർക്ക് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് മടങ്ങുന്നത് തടയാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്യാപ് ഫണ്ടായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കിലയ്ക്ക് 32.5 കോടി രൂപ വകയിരുത്തുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പരിശീലനത്തിനും ഗ്രാമനഗര പ്രദേശങ്ങളിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക ഊന്നൽ നൽകും. മുൻവർഷത്തെ അപേക്ഷിച്ച് 3.18 കോടി രൂപയുടെ വർധനവ് ആണിത്. കിലയിൽ ഒരു അംബേദ്കർ അനുവദിക്കുന്നതിനായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഇൻഫർമേഷൻ കേരള മിഷൻ ഉള്ള വിഹിതം 10 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റികളുടെ പ്രവർത്തനത്തിനായി 20.2 കോടി രൂപ നൽകുന്നു. ഉപജീവന ദൗത്യങ്ങൾ. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ ഭാഗമായി ജനറൽ പട്ടികജാതി പട്ടികവർഗ ഘടകങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതമായി 99.9 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 36.8 കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർ, ദീൻദയാൽ ഉപാധ്യായ പദ്ധതിയുടെ സംസ്ഥാന വിഹിതം ജൻ ആജീവിക യോജന ശേഖറിന്റെ ഭാഗം കേരളത്തിന്റെ സംസ്ഥാന വിഹിതമായി 39 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ആവാസ് യോജന കേന്ദ്ര വിഹിതം വളരെ കുറവായതിനാൽ ഈ പദ്ധതി ലൈഫ് മിഷനുമായി സംയോജിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. ഇതിലൂടെ ഓരോ വീടിനും 4 ലക്ഷം രൂപ വീതം ഉറപ്പാക്കുന്നു. PMAY ഗ്രാമീൺ പദ്ധതിയുടെ യൂണിറ്റ് നിരക്ക് 1.2 ലക്ഷം രൂപ മാത്രമാണ്. PMY അർബൻ പദ്ധതിയുടെ യൂണിറ്റ് ചെലവ് 2 ലക്ഷം രൂപ മാത്രമാണ്. ഈ രണ്ട് പദ്ധതികളുടെ യൂണിറ്റ് നിരക്ക് 4 ലക്ഷം രൂപയായി ഉയർത്തുന്നതിനുള്ള ബാക്കി തുക തദ്ദേശ സർക്കാരുകളാണ് നൽകുന്നത്. PMAY ഗ്രാമീണ തൊഴിൽ മേഖലയിലെ 40% സംസ്ഥാന വിഹിതം നൽകുന്നതിനായി ആകെ 110.01 കോടി രൂപ വകയിരുത്തുന്നു. PMGSY. സർ, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയ്ക്ക് കീഴിൽ സംസ്ഥാന വിഹിതമായി 95 കോടിയും ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി 30 കോടിയും വകയിരുത്തുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട്, കുട്ടനാട് പാക്കേജുകൾ. സാർ, കാസർഗോഡ് വികസന പാക്കേജിനായി അധികമായി 80 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. കുട്ടനാട് പാക്കേജിന് 75 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് പാക്കേജിന് 80 കോടി വകയിരുത്തുന്നു. സാർ, ശബരിമല മാസ്റ്റർ പ്ലാൻ. തീർത്ഥാടകർക്ക് സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് വിഹിതം 30 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സാർ, ലോകത്തിലെ ഏറ്റവും ക്ലീൻ പമ്പ പദ്ധതി. സാർ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പയുടെ തീരത്താണ്. പമ്പാ നദി മാലിന്യമുക്തമാക്കുവാൻ ക്ലീൻ പമ്പ പദ്ധതിക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണം. സാർ, സഹകരണ മേഖലയ്ക്കായി ആകെ 142.52 കോടി രൂപ വകയിരുത്തുന്നു. വിദേശത്തുള്ള മക്കളുടെ അഭാവത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മാതാപിതാക്കൾക്ക് സമഗ്ര പരിചരണം പ്രദാനം ചെയ്യുന്നതിനായി നടപ്പിലാക്കുന്ന കോപ്പറേറ്റീവ് കെയർ ജീറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് സെന്ററുകൾ എന്ന പദ്ധതി 21.40 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണ മേഖലയുടെ നൂതന കാർഷിക പദ്ധതിയായ സീട്ട 35 കോടി രൂപ വകയിരുത്തുന്നു.
ഇതിന്റെ ഭാഗമായി നാളികേര വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാനായി +1 പദ്ധതി ഈ വർഷം നടപ്പിലാക്കുന്നതാണ്. പ്രാഥമിക കാർഷിക വ്യാപാര സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി 15.95 കോടി രൂപ വകയിരുത്തുന്നു. വിവിധ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് സംസ്ഥാന വിഹിതമായി 7 കോടി രൂപയും ഉൾപ്പെടുന്നു. കേപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് വികസനത്തിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. SC/ST ഫെഡറേഷന്റെ പുനരുദ്ധാരണം, മൂലധന സഹായം തുടങ്ങിയ പദ്ധതികൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ സഹകരണ സംഘങ്ങൾക്ക് 3.54 കോടി രൂപ വകയിരുത്തുന്നു. കേരള നെല്ല് സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘത്തിന് കാപ്കോസിന് കീഴിൽ കോട്ടയം ഏറ്റുമാനൂരിൽ റൈസ് മിൽ പദ്ധതിയുടെ നിർമ്മാണം നടത്താനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 623.85 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ വൻകിട ഇടത്തരം ജലസേചനത്തിനായി 233.82 കോടിയും ചെറുകിട ജലസേചനത്തിനായി 206.96 കോടിയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.5 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷണത്തിനായി 181.5 കോടി രൂപയും വകയിരുത്തുന്നു. കുട്ടനാട് വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വിഹിതം 60.5 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കുട്ടനാട് മേഖലയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുന്ന പ്രക്രിയ തുടങ്ങുന്നതിന് ആദ്യഘട്ടമായി ഇത് കൂടാതെ 50 കോടി രൂപ കൂടി വകയിരുത്തുന്നു. മീനച്ചിൽ വാലി ജലസേചന പദ്ധതിക്ക് 5.5 കോടി രൂപ വകയിരുത്തുന്നു. ഇടമലയാറിന് 32 കോടി, മൂവാറ്റുപുഴ വാലിക്ക് 11.56 കോടി, കാവേരി നദിയുടെ പദ്ധതിക്ക് 28.75 കോടി, ബാണാസുര സാഗർ 21.75 കോടി, കാവേരി നദീതടത്തിലെ ചെറുകിട പദ്ധതികൾക്ക് 2.6 കോടി രൂപ, പട്ടിശ്ശേരി ഡാമിന്റെയും കനാൽ സംവിധാനത്തിന്റെയും പുനർനിർമ്മാണത്തിനായി 17 കോടി, ചമ്രവട്ടത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്ക് 2.5 കോടി, കാടാ കനാലുകളുടെ നവീകരണത്തിന് 14.1 കോടി, ഡാം പുനരുദ്ധാരണവും വികസനവും പദ്ധതിക്കായിട്ട് ഡ്രിപ്പിന് 16 കോടി, കുറ്റ്യാടി ജലസേചന പദ്ധതിക്ക് 5 കോടി, പഴശ്ശി ജലസേചന പദ്ധതിക്ക് 13 കോടി, ചേരമംഗലം പദ്ധതിക്ക് 2.5 കോടി, കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി, ചിറ്റൂർ പുഴ നവീകരണ പദ്ധതിക്ക് കനാൽ നവീകരണ പദ്ധതിക്ക് 12 കോടി എന്നിങ്ങനെ വകയിരുത്തുന്നു. തോട്ടപ്പള്ളിയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കല്ലട ഇറിഗേഷൻ കനാലുകളുടെ സംരക്ഷണ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ജലസേചനം, ഭൂഗർഭ വികസനവും ജലവികസനവും പര്യവേഷണവും പദ്ധതിക്കായി 23 കോടി രൂപ വകയിരുത്തുന്നു. ലിഫ്റ്റ് ഇറിഗേഷന് 17 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ജലസേന ക്ലാസ് 1 പദ്ധതിക്കായിട്ട് 71.1 കോടി രൂപയും ക്ലാസ് 2 പദ്ധതിക്ക് കീഴിൽ തുടർന്നു വരുന്ന പ്രവർത്തികൾക്ക് പുതിയ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിന് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. ഹരിത കേരളം വഴി കുളങ്ങളും ടാങ്കുകളും നവീകരിക്കുന്ന 7.5 കോടി, നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന സൂക്ഷ്മ ജലസേചന പദ്ധതികൾക്ക് 16 കോടി രൂപ വർദ്ധിപ്പിച്ച് 46.6 കോടി രൂപയും വകയിരുത്തുന്നു. കുട്ടനാട് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നബാർഡ് RID പദ്ധതിക്ക് 100 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ സംരക്ഷണത്തിനുള്ള RIDF പദ്ധതിക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഊർജം. സംസ്ഥാനത്തിന്റെ ഊർജ്ജ മേഖലയിലെ നേട്ടങ്ങൾ കണക്കിലെടുത്ത് ഊർജ്ജ കാര്യക്ഷമതാ പദ്ധതികൾ, വൈദ്യുതി സുരക്ഷാ പരിപാടികൾ, ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ വികസനം, ഹരിത ഊർജ്ജം പ്രോത്സാഹിക്കുന്ന പദ്ധതികൾ എന്നിവയാണ് 26-27 ബജറ്റിൽ ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. ഊർജ്ജ മേഖലയുടെ വിഹിതം 1309.94 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ ഊർജ്ജ മേഖല വികസനത്തിനായി KSEB വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1338.8 കോടി രൂപയും പാരമ്പര്യവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായി 71.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. KSEBയുടെ കീഴിൽ വരുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 1238.8 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന വിഹിതം നൽകുന്ന പദ്ധതികളിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കൽ, പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ എന്നീ 3 പുതിയ പദ്ധതികൾക്കായിട്ട് യഥാക്രമം 5 കോടി, 32.22 കോടിയും 5 കോടി രൂപയും വകയിരുത്തുന്നു. ബാഹ്യ സഹായ പദ്ധതികളായ എനർജി എഫിഷ്യൻസി ഇന്ത്യൻ ഗ്രിഡിനും ഗ്രീൻ എനർജി കോറിഡോർ 2 പദ്ധതിക്കായിട്ട് 150 കോടി വകയിരുത്തുന്നു. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ സഹായിക്കുന്ന അനർട്ടിന് 53.18 കോടി. ഇനിയും വൈദ്യുതീകരിക്കാൻ ബാക്കിയുള്ള ആദിവാസി ഊരുകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സൗരോർജ്ജ വൈദ്യുതീകരണ പദ്ധതിക്കായിട്ട് 7 കോടി രൂപ വെക്കുന്നു. ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിക്കായിട്ട് 7.18 കോടി വകയിരുത്തുന്നു. വൈദ്യുത സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് 9.36 കോടി. മീറ്റർ ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്ക് 7.71 കോടി ഇങ്ങനെ എന്ന് വകയിരുത്തുന്നു. വ്യവസായങ്ങളും ധാതുക്കളും. വ്യവസായ മേഖലകളുടെ ആകെ വിഹിതം 1417.26 കോടി രൂപയാണ്. ഇതിൽ മുൻ വർഷത്തെക്കാളും 122.54 കോടി അധികമാണ്. ധാതുക്കൾക്ക് 8.2 കോടി, സാങ്കേതിക വിദ്യയ്ക്കായി 548 കോടി ഉൾപ്പെടെ ആകെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് 1973.51 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 154 കോടി രൂപ അധികമാണ്. സംരംഭ വർഷത്തിന്റെ വികസന കാര്യങ്ങൾ വളരെ ആവേശകരമായിരുന്നു. MSME മേഖലയ്ക്ക് 310.84 കോടിയായിട്ട് വിഹിതം ഉയർത്തിയിട്ടുണ്ട്.
സർ, സംസ്ഥാനത്ത് ഇതിനോടകം 3.82 ലക്ഷത്തിൽ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ 25,227.53 കോടിയുടെ നിക്ഷേപം ആകർഷിച്ചു. 8.16 ലക്ഷത്തിന് ആളുകൾക്ക് ജോലി ലഭിച്ചു. സർ, ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സൂക്ഷ്മ സംരംഭങ്ങളെ ചെറുകിട സംരംഭങ്ങളായും ചെറുകിട സംരംഭങ്ങളെ ഇടത്തരം സംരംഭങ്ങളായി ഉയർത്തുന്ന മിഷൻ 1000 പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, ഈ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുന്നതിനായി 35 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മൂല്യവർദ്ധനവിനും മെച്ചപ്പെടുത്തുന്നതിനായി പ്രാദേശിക സർക്കാരുകളുമായി സഹകരിച്ച് ഗ്രാമീണ അപ്പാരൽ പാർക്കുകളും ഗ്രാമീണ മേഖലാധിഷ്ഠിത യൂണിറ്റുകളും ഇലക്ട്രോണിക് അസംബ്ലി പാർക്കുകളും സ്ഥാപിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇത് നടപ്പ് സാമ്പത്തിക വർഷം ഈ പാർക്കുകൾക്ക് ഓരോന്നിനും 10 കോടി രൂപ വീതം മാറ്റിവെക്കുന്നു. സർ, മിഷൻ 1 ലക്ഷം, മിഷൻ 1 ലാഖ് എന്ന പുതിയ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, കഴിഞ്ഞ 4 വർഷത്തിൽ 3431 സംരംഭകർക്ക് മൂലധന സഹായമായി 203.56 കോടി രൂപ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾക്കുള്ള വർദ്ധിച്ച ആവശ്യകത കണക്കെടുത്ത് 110 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ വ്യാവസായിക ഭൂമിയുടെ ദൗർലഭ്യം പരിഗണിക്കുന്നതിനായി സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ, ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ, സഹകരണ വ്യവസായ പാർക്കുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതികൾ സംസ്ഥാന സർക്കാർ നിലവിൽ നടപ്പിലാക്കി വരികയാണ്. നിലവിലെ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അംഗീകാരം നൽകുകയും അതിൽ 8 സ്വകാര്യ വ്യവസായ പാർക്കുകൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 38 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്ക് പ്രവാസി വ്യവസായ പാർക്ക്, വനിതാ വ്യവസായ പാർക്ക്, പരമ്പരാഗത വ്യവസായ പാർക്ക് തുടങ്ങി പുതിയ ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഏർപ്പെടുത്തുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി 20 കോടി രൂപ വിഹിതം ഉയർത്തുന്നു. സർ, തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പുതിയ പാർപ്പിട സൗകര്യങ്ങളുടെ നിർമ്മാണവും തൊഴിലാളികളുടെ നിലവിലുള്ള വീടുകളുടെ നവീകരണവും പദ്ധതിക്ക് ബജറ്റ് വിഹിതമായി 5 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. പ്ലാൻ വിഹിതമായി 5 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. സർ, PPP രീതിയിലൂടെ കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണർഷിപ്പ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ചെറുകിട വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന പരിപാടിക്കായി 39.45 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാനോ യൂണിറ്റുകൾക്കുള്ള മാർജിൻ മണി 17.06 കോടി രൂപ വകയിരുത്തുന്നു. സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജിനായി 63 കോടി രൂപ. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾ. സർ, വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി വ്യവസായ പാർക്ക് അധിഷ്ഠിത വികസന രീതിയാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നത്. ഭൂമി ഏറ്റെടുത്ത് പുതിയ പാർക്കുകൾ സൃഷ്ടിക്കുന്നതിലും നിലവിലെ പാർക്കിലെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇടത്തരം വ്യവസായ മേഖലയിൽ പ്രധാനമായും ലൈഫ് സയൻസ് പാർക്ക്, മെഡിക്കൽ ഡിവൈസ് പാർക്ക്, പെട്രോ കെമിക്കൽ പാർക്ക് എന്നിവ പൂർത്തീകരണത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. സംയോജിത റൈസ് ടെക്നോളജിയുടെ പാർക്കുകളുടെ പൂർത്തീകരണത്തിന് മുൻഗണന നൽകുന്നു. പൂർത്തീകരണത്തോട് അടുത്തിരിക്കുന്ന ഈ പ്രൊജക്ടുകൾ അധികമായി തുക വകയിരുത്തിയിട്ടുണ്ട്. കൊച്ചി ബാംഗ്ലൂർ ഇടനാഴിയുടെ ഭാഗമായുള്ള കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിയുടെ വികസനത്തിനായി ആകെ 1710 ഏക്കർ ഏറ്റെടുക്കേണ്ടതിൽ ഇതുവരെ 1350 ഏക്കർ വളരെ ചുരുങ്ങിയ സമയത്തിനകം ഏറ്റെടുത്തിട്ടുണ്ട്. സർ, ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്ക് 853.74 കോടി വകയിരുത്തുന്നു. ഇതിൽ KSIDCക്ക് 146 കോടിയും പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷനുള്ള 331.1 കോടിയും കിൻഫ്രയ്ക്ക് 363.81 കോടി ഉൾപ്പെടുന്നു. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര വിവിധോദ്ദേശ ആഴക്കടൽ തുറമുഖത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി വരുന്ന വ്യവസായ ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾക്ക് 17 കോടി ഉയർത്തുന്നു. കൂടാതെ ഇതേ ആവശ്യത്തിന് കുറ്റിച്ചലിൽ 50 ഏക്കർ ഏറ്റെടുക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനമായി 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഈ പദ്ധതിക്ക് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനായി കിൻഫ്രയ്ക്ക് ഗ്യാരണ്ടി നൽകി വായ്പ എടുത്ത് 1000 കോടി നിക്ഷേപിക്കുവാൻ പദ്ധതി തയ്യാറാക്കും. 100 കോടി രൂപ ഇതിനായി വകയിരുത്തും. നേരത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന കിഫ്ബി പദ്ധതിക്ക് പുറമെയാണ് സർ ഇപ്പോൾ 1000 കോടി രൂപയുടെയും കൂടി ഒരു പദ്ധതി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്നത്. സർ, 2 മിനി ഭക്ഷ്യ പാർക്കുകൾ കിൻഫ്ര മുഖേന ഇടുക്കിയിലെ ചെറുതോണിയിൽ മിനി ഭക്ഷ്യ പാർക്ക് സ്ഥാപിക്കുന്നതിന് 4 കോടി രൂപയും എറണാകുളത്ത് കുന്നുകരയിൽ മിനി ഭക്ഷ്യ പാർക്ക് സ്ഥാപിക്കുന്നതിന് 8 കോടി രൂപയും വകയിരുത്തുന്നു. കൊട്ടാരക്കരയിൽ പുതിയ ഇന്റഗ്രേറ്റഡ് IT കം ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപയും കൊല്ലത്തെ വ്യവസായ പാർക്കിന്റെ വിപുലീകരണത്തിന് 10 കോടി രൂപയും വകയിരുത്തുന്നു. കിൻഫ്ര മുഖേന ഇത് നടപ്പിലാക്കുന്നതാണ്. കണ്ണൂരിൽ പുതിയ മൾട്ടി സെക്ടർ ലോജിസ്റ്റിക് സൗകര്യം സ്ഥാപിക്കുന്നതിന് 2.5 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം എന്നീ ജില്ലകളിലെ 3 വ്യവസായ പാർക്കുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 9.5 കോടി രൂപ വകയിരുത്തുന്നു. 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്ന പദ്ധതിക്കായി 6 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ലൈഫ് സയൻസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി 35 കോടി രൂപയും മെഡിക്കൽ ഡിവൈസ് പാർക്കിന് 30 കോടി രൂപയും വകയിരുത്തുന്നു. കിൻഫ്ര കൊച്ചിയിൽ സ്ഥാപിക്കുന്ന പെട്രോ കെമിക്കൽ പാർക്കിന്റെ കമ്മീഷനിങ് 25-26-27 വിഭാവനം ചെയ്യുന്നു. പ്രസ്തുത പാർക്കിന്റെ പൂർത്തീകരണത്തോടെ 10,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനും ഏകദേശം 10,000 പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. പെട്രോ കെമിക്കൽ പാർക്കിനായി 17 കോടി വകയിരുത്തുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്ന സർക്കാർ സ്വീകരിച്ച നടപടികൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പ്രവർത്തന ലാഭം നേടാൻ പ്രാപ്തമാക്കി. 2021-22 12 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തന ലാഭം ഉണ്ടാക്കിയപ്പോൾ 24-25 22 വർദ്ധിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനവും പുനരുദ്ധാനവും പദ്ധതിക്കായി ഒഴിവാക്കാനാവാത്തതും ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ളതായ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ഉൾപ്പെടെ സമഗ്ര സാമ്പത്തിക പുനർരൂപീകരണ പദ്ധതിക്കായിട്ട് 294.60 കോടി രൂപ വകയിരുത്തുന്നു.
കെമിക്കൽ മേഖലയിൽ ട്രാവൻകൂർ സിമൻസ് ലിമിറ്റഡിനായി 4.8 കോടി, മലബാർ സിമൻസിന് 6 കോടി, ട്രാവൻകൂർ ടൈറ്റാനിയം പ്ലസിന് 19.6 കോടി, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് 5 കോടി, ഓങ്കോളജി ഫാർമ പാർക്ക് സ്ഥാപിക്കുന്ന 10 കോടിയും വകയിരുത്തുന്നു. ഇലക്ട്രോണിക് കോർപ്പറേഷനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷനായി 20.15 കോടിയും, കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സിനായി 6 കോടിയും വകയിരുത്തുന്നു. സർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രക്കടലാസ് നിർമ്മാണ സ്ഥാപനമായിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് 3.5 കൊല്ലത്തിലേറെ നീണ്ട അടച്ചുപൂട്ടലായിരുന്നു. എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാർ വിറ്റഴിച്ച ഈ സ്ഥാപനം കേരള സർക്കാരിന്റെ സഹായത്തോടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്ക് മുന്നേറി രാജ്യത്തെ തന്നെ മുൻനിരയിലേക്ക് നീങ്ങുകയാണ്. സർ, ഇത് ഇന്ത്യയുടെ പൊതുമേഖലാ വ്യവസായ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത കാഴ്ചയാണ്. കേരള പേപ്പർ പ്രൊഡക്റ്റിനായിട്ട് 15 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാനും ആധുനികവൽക്കരണത്തിനുമായി 741 കോടി രൂപയുടെ ബൃഹത് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ സർക്കാർ വിഹിതമായി 175 കോടി രൂപ അനുവദിക്കുന്നു. സർ, കെൽട്രോണിന്റെ പരിധിയിൽ ഇലക്ട്രോണിക് ഹബ്ബ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് പാക്കേജ് ടെസ്റ്റ് സൗകര്യം ഒരുക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾ. സർ, പരമ്പരാഗത വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഫലപ്രദമായ വിപണന വിതരണം തന്ത്രം എന്നിവയിൽ അധിഷ്ഠിതമായ പരിപാടികളാണ് ഏറ്റെടുക്കുന്നത്. ഇതിലൂടെ ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും തൊഴിലും ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് വിഹിതം 242.34 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കരകൗശല മേഖല 32 വ്യത്യസ്ത ഇനം കരകൗശല വാണിജ്യ വസ്തുക്കളിൽ നിന്നും പ്രവർത്തിക്കുന്ന കരകൗശല മേഖലയ്ക്കായി 4.34 കോടി രൂപ വിലയിരുത്തുന്നു. മുള വ്യവസായത്തിന് 1.5 കോടി രൂപ. കൈത്തറി 2020 മേഖല 2026-27 ബജറ്റിൽ കൈത്തറി, പവർലൂം മേഖലയ്ക്ക് കീഴിൽ മാർക്കറ്റിംഗ്, കയറ്റുമതി പ്രോത്സാഹനം, ആധുനികവൽക്കരണം തുടങ്ങിയ വിവിധ മേഖലകൾക്കായിട്ട് നെയ്ത്തുകാർക്ക് സൗകര്യങ്ങൾ കൊടുക്കുന്നതിനായിട്ട് 59 കോടി രൂപ വകയിരുത്തുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൽ മോഡേണൈസേഷൻ എന്ന പദ്ധതിക്ക് പ്രാരംഭമായിട്ട് 1 കോടി വകയിരുത്തുന്നു. ഹാൻഡെക്സ് പുനരുജ്ജീവന പാക്കേജിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് വായ്പ അവരുടെ ഓഹരി പങ്കാളിത്തത്തിനായി 5.3 കോടി രൂപ വകയിരുത്തുന്നു. നെയ്ത്തുകാർക്കും അനുബന്ധ തൊഴിലാളികളുള്ള പ്രോത്സാഹന പരിപാടി. കൈത്തറി സംഘങ്ങളുടെയും പ്രീലൂം പ്രവർത്തനങ്ങൾ, സ്പിന്നിങ്, നെയ്ത്ത്, ഡൈയിങ്, പ്രിന്റിംഗ്, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയ്ക്കായിട്ട് 4 കോടി രൂപ. ടെക്സ്പെർട്ടിന്റെ കീഴിലുള്ള മില്ലുകൾക്ക് 7 കോടി രൂപ ഇങ്ങനെ വകയിരുത്തുന്നു. കശുവണ്ടി മേഖല. സർ, ഫാക്ടറികളുടെ ആധുനികവൽക്കരണത്തിനും യന്ത്രവൽക്കരണത്തിനും വിപണന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും കൃഷി വിപുലീകരിക്കുന്നതിനും സംസ്കരണ യൂണിറ്റുകൾക്ക് കുറഞ്ഞ ചെലവിൽ അസംസ്കൃത കശുവണ്ടി ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി കശുവണ്ടി മേഖലയ്ക്ക് 56 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പൊതുമേഖലാ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾക്ക് അസംസ്കൃത വസ്തുക്കൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നതിന് റിവോൾവിംഗ് ഫണ്ടായി കേരള കശുവണ്ടി ബോർഡിന് 41 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ 4.5 കോടി രൂപയും, കാപെക്സിന് 3.5 കോടി രൂപയും, കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് കൾട്ടിവേഷന് 7 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കശുവണ്ടി വ്യവസായ മേഖലയുടെ പുനരുജ്ജീവന പദ്ധതിക്കായിട്ട് സ്വകാര്യ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലയിലും പുനരുജ്ജീവനത്തിനായിട്ട് 30 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. സർ, കയർ മേഖലയുടെ വിഹിതം 110.64 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കയർ വ്യവസായ മേഖലയെ നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. ചകിരിച്ചോറിന്റെ അടിസ്ഥാനത്തിൽ ചകിരിച്ചോറ് വ്യാവസായികമായി ഉപയോഗിക്കുന്ന പദ്ധതിക്ക് 3 കോടി രൂപയും, കയർ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൽപാദനവും വിപണന പ്രചോദനവും എന്ന പദ്ധതിക്ക് 11 കോടി രൂപയും, ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് 7 കോടി രൂപയും, കയർ വിൽപ്പനയ്ക്കുള്ള വിപണന സഹായമായി വിപണി വികസന സഹായമായി 10 കോടി രൂപയും, വിലസ്ഥിരതാ ഫണ്ടിനായി 36 കോടി രൂപയും, മാനേജീരിയൽ സബ്സിഡി പദ്ധതിക്കായിട്ട് 13.5 കോടി രൂപയും വിലയിരുത്തുന്നു. സർ, കഴിഞ്ഞ 4 വർഷമായി സർക്കാർ സഹായത്തിലൂടെ ഖാദി ഗ്രാമ വ്യവസായ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മെച്ചപ്പെടുകയും ചെയ്തു. കൂടാതെ പ്രതിവർഷം 12,500-ലധികം ഖാദി വ്യവസായ തൊഴിലാളികൾക്ക് പ്രോത്സാഹന സഹായം നൽകുകയും ചെയ്തു. ഖാദി വ്യവസായങ്ങൾക്ക് വിധം 16.7 കോടിയാണ്. മൈനിങ് ജിയോളജി വകുപ്പിന് 8.2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. IT നവീകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ നയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എല്ലാ വിഭാഗങ്ങൾക്കുള്ള പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. 26-27 ബജറ്റ് IT മേഖലയ്ക്ക് തുടർന്ന് മുൻഗണന നൽകുന്നു. ഈ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം മുൻ വർഷത്തെ 517.27 കോടിയിൽ നിന്നും 548 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ 3 IT പാർക്കുകൾ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് സമീപ വർഷങ്ങളിൽ ഗണ്യമായ വളർച്ച കൈവരിച്ചു. ഈ IT പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം 2016-17 676 നിന്നും 24-25 1162 വർദ്ധിച്ചു. തൊഴിലവസരങ്ങൾ 85,974 ആയിരുന്നത് 2024-25 ആയപ്പോൾ 1,55,800 വർദ്ധിച്ചു. ടെക്നോ പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് 25 കോടി രൂപയും, ഇൻഫോ പാർക്കിന് 21.6 കോടി രൂപയും, സൈബർ പാർക്കിന് 12.1 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സമീപ വർഷങ്ങളിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. 2017-18 800 ആയിരുന്നു സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം. 24-25 അത് 6,477 വർദ്ധിച്ചു.
ഈ കാലയളവിൽ തൊഴിൽ 28,000-ൽ നിന്നും 64,870 വർദ്ധിച്ചു. അതേസമയം 250 നിക്ഷേപം 250 കോടി രൂപയിൽ നിന്നും 6,983 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. സാർ, സംസ്ഥാനത്തുടനീളം ഏകദേശം 2023 പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിച്ചു. മൊത്തം ഉപയോക്താക്കളുടെ എണ്ണം 2018-19 38 ലക്ഷത്തിൽ നിന്നും 2024-25 60 ലക്ഷത്തിലധികമായി വർദ്ധിച്ചു. ഈ കാലയളവിൽ ഉപയോഗം 553 TB-യിൽ നിന്നും ഏകദേശം 2,354 TB ആയി വർദ്ധിച്ചു. കേരളത്തിൽ ഇന്റർനെറ്റ് കണക്കിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് കെ-ഫോൺ. 2025 ഓഗസ്റ്റ് 31 കണക്കനുസരിച്ച് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന് 1,13,525 സജീവ കണക്ഷനുകളുണ്ട്. സാർ, ഇതിൽ വിവിധ മേഖലയിൽ വാണിജ്യ കണക്ഷൻ, BPL കണക്ഷൻ, SME കണക്ഷൻ എന്നിവ വിവിധ മേഖലയുണ്ട്. ഓഫീസ് കണക്ഷനുകളും 23,163 ഉണ്ട്. പബ്ലിക് വൈഫൈ പദ്ധതിക്കായി 15 കോടി വകയിരുത്തുന്നു. കെ-ഫോണിന്റെ പ്രവർത്തനങ്ങൾക്കായി 112.44 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ട്രൈബൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നു. ഇതിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റേറ്റ് IT മിഷന് 141.28 കോടി രൂപ വകയിരുത്തുന്നു. ഡാറ്റാ സെന്ററുകൾക്ക് 47 കോടി. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് 14.5 കോടി. ഡിജിറ്റൽ രംഗത്ത് പുതിയ നയങ്ങളുടെയും സ്ട്രാറ്റജി മിഷനുകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 22 കോടി വകയിരുത്തുന്നു. അക്ഷയ പദ്ധതിക്ക് 3.95 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫീന്റെ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 86.5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന വിഹിതമായി 6.5 കോടി രൂപ മാറ്റിവെക്കുന്നു. അക്കാഡമിക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള അക്കാഡമിക് കൊളാബറേഷൻ സ്കോളർഷിപ്പിനുമായി 2 കോടി രൂപ മാറ്റിവെക്കുന്നു. ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് 27.81 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഡിജിറ്റൽ സർവകലാശാലയും സെക്ഷൻ 8 കമ്പനിയായ ഇന്ത്യൻ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്ററും സംയുക്തമായി 94.85 കോടി മുടക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് ഗ്രഫീൻ അറോറ. പദ്ധതിക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന വിഹിതമായി 3.8 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IITMK പ്രവർത്തനങ്ങൾക്കായി 16.95 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, ഓപ്പൺ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങൾക്കായി 8.45 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KSITL പ്രവർത്തനത്തിന് 15.27 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കൊച്ചി ടെക്നോളജി ഇന്നോവേഷൻ സോണിന്റെ പ്രവർത്തനങ്ങൾ 20 കോടി രൂപ നീക്കിവെക്കുന്നു. യുവജന സംരംഭകത്വ വികസന പരിപാടി സ്കെയിലപ്പ് പരിപാടിക്കായിട്ട് 70.52 കോടി രൂപ വകയിരുത്തുന്നു. CDT പ്രവർത്തനങ്ങൾക്കായിട്ട് 8.13 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേരള സംസ്ഥാനം പുതിയ AVGC-XR നയം പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ IT നയവും ഉടൻ പുറത്തിറക്കും. IT മേഖലയിലെ സമീപകാല സംഭവവികാസങ്ങളുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള AI മിഷൻ, സെമികോൺ കേരള, എമർജിംഗ് ടെക്നോളജീസ് മിഷൻ, ഫ്യൂച്ചർ കോർപ്പറേഷൻ എന്നീ 4 പുതിയ മിഷൻ മോഡ് പരിപാടികൾ ആരംഭിക്കും. IT സാങ്കേതികവിദ്യകളുടെ സുരക്ഷിതവും ധാർമ്മികവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സേഫ് ടെക് എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കും. പുതിയ IT നയത്തിന്റെ ചട്ടക്കൂടിനുള്ളിലായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. ഇവയ്ക്കായി 22 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി 99.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 3 പുതിയ പദ്ധതികളും വരുന്നു. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ കൂടുതൽ പ്രാപ്തമാക്കുന്നതിന് കേരള സർക്കാരിന്റെ ഒരു മുൻനിര പദ്ധതിയായ ഫണ്ട് ഓഫ് ഫണ്ട് പ്ലാൻ വിഹിതമായ 3 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, സംരംഭകത്വം, മെന്റർഷിപ്പ്, കൺസൾട്ടിംഗ് എന്നീ റോളുകളിലൂടെ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ മുതിർന്ന പൗരന്മാരെ സജീവ സംരംഭകരാക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നൂതന പദ്ധതിയായ ന്യൂ ഇന്നിങ്സ് എന്ന പദ്ധതിക്ക് 4 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചിയിൽ ഒരു കൾച്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. ബഹിരാകാശ ശാസ്ത്രം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന K-സ്പേസിന് 57.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേസുമായി സഹകരിച്ച് ഒരു ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനമായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള 5 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ITIകളിലെയും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യാധിഷ്ഠിത സൗകര്യങ്ങൾ ഒരുക്കുന്ന സംരംഭമാണ് സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള. ഇത് പ്രവർത്തന സജ്ജമാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിനായി 98.08 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 1182.43 കോടി രൂപയും റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുന്നതിന് 228 കോടി രൂപയും ഉൾനാടൻ ജലഗതാഗതത്തിന് 138.14 കോടിയും മറ്റ് ഗതാഗത സേവനങ്ങൾ 224.78 കോടി രൂപയും
ഉൾപ്പെടെ 1871.53 കോടി രൂപ വകയിരുത്തുന്നു. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നീണ്ടകര കൊടുങ്ങല്ലൂർ ക്യാമ്പസുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 5.5 കോടി രൂപ. അഴീക്കലിൽ ഗ്രീൻഫീൽഡ് പോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തേക്ക് 6.96 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറന്നിട്ടിരിക്കുന്ന മികച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി അവ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും കേരളത്തിലെ നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിനായി നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിനായി 65 കോടി രൂപ വകയിരുത്തുന്നു. സർ, പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന പാതകളുടെ നവീകരണത്തിന്റെ ഭാഗമായി 898 കിലോമീറ്റർ റോഡുകൾ 4 വരിയായും 3193 കിലോമീറ്റർ റോഡുകൾ 20 വരി പാതയായും നവീകരിച്ചു. പ്രധാന ജില്ലാ റോഡുകളുടെ കാര്യമെടുത്താൽ 52 കിലോമീറ്റർ 4 വരി പാതയായും 10,593 കിലോമീറ്റർ 20 വരി പാതയായും വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും പാലങ്ങളും എന്ന മേഖലയ്ക്ക് 1182.43 കോടി രൂപ. ഇതിൽ റോഡുകളും പാലങ്ങളും വിഭാഗത്തിനുള്ള വിഹിതം 1091 കോടി രൂപയും ദേശീയപാത വിഭാഗത്തിന് 91.28 കോടി രൂപയുമാണ്. സർ, പ്രധാന ജില്ലാ റോഡുകളെ MDR മികവുറ്റ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി റോഡുകളെ ഡിസൈൻ ചെയ്യുന്നതിനും ഓവർലേ ചെയ്യുന്നതിനും 300.50 കോടി വിലയിരുത്തിയിട്ടുണ്ട്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കേണ്ടതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് വിഹിതം 15 കോടി രൂപയിൽ നിന്നും 23.37 കോടി രൂപയാക്കി. കേരളത്തിലെ റെയിൽ സുരക്ഷ ലക്ഷ്യമാക്കി റെയിൽ മേൽപ്പാലങ്ങളുടെയും അടിപ്പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുൻവർഷം 16 കോടി രൂപ ഉയരത്തിൽ നിന്നും 25 കോടി രൂപയായി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ധർമ്മടം ജില്ലയിലെ ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസിന്റെ നിർമ്മാണത്തിനായി 5 കോടി രൂപ ഉയർത്തുന്നു. കാലപ്പഴക്കം ചെന്ന പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 46.46 കോടി രൂപ. പട്ടികവർഗ ഉന്നതികളിലേക്കുള്ള പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന പാതകളിലെ ഓവർലേ ചെയ്യുന്നതിനുള്ള പ്രത്യേക ഡിസൈൻ പദ്ധതികൾക്കായിട്ട് 87 കോടി രൂപ വകയിരുത്തുന്നു. നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികൾക്കായിട്ട് 165 കോടി രൂപ വകയിരുത്തുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ തീർത്ഥാടക റോഡുകൾ വികസിപ്പിക്കുന്നതിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. തലസ്ഥാന നഗര റോഡ് വികസന പദ്ധതിയിലെ PPP ആനുറ്റി മാതൃകയിൽ മറ്റ് നഗരങ്ങളിൽ നടപ്പിൽ വരുത്താൻ ലക്ഷ്യമിടുന്ന റോഡ് നിർമ്മാണത്തിനുള്ള ആനുറ്റി പേയ്മെന്റുകൾക്കായി 58.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSTPയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊട്ടിയം കുണ്ടർ റോഡ്, വൈപ്പിൻ മുനമ്പർ റോഡ്, പൊൻകുന്നം തൊടുപുഴ, വട്ടവട ടോപ്പ് സ്റ്റേഷൻ, മൂന്നാർ റോഡ്, കൊല്ലം ആയൂർ, കായംകുളം തിരുവല്ല KP റോഡ്, അടൂർ തൃക്കുന്നമ്പുഴ, തട്ടാരമ്പലം, പന്തളം കൈപ്പൊട്ടൂർ റോഡ്, പുനലൂർ കോന്നി റോഡ്, കോന്നി പ്ലാച്ചേരി റോഡ്, പ്ലാച്ചേരി പൊൻകുന്ന് റോഡ്, സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്ട്, കഴക്കൂട്ടം അടൂർ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ്, പൈനാവ് താന്നിക്കണ്ടം, അശോകകവല, അടൂർ ചെങ്ങന്നൂർ എന്നീ റോഡുകൾ വികസിപ്പിക്കുന്നതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 21.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന പാതകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ പൂർത്തീകരണം, സംരക്ഷണ പ്രവർത്തനങ്ങൾ, ട്രാഫിക് സേഫ്റ്റി ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ മുതലായി 41 കോടി രൂപ വകയിരുത്തുന്നു. നബാർഡ് വായ്പാധനത്തിലൂടെ പാലങ്ങളും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് 95 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര റോഡ് ആക്ട് 2000 പ്രകാരം സംസ്ഥാന പാതകളുടെ നവീകരണത്തിനായി കേന്ദ്ര റോഡ് ഫണ്ട് വിഹിതമായി 62 കോടി രൂപ വകയിരുത്തുന്നു. സർ, കട്ടപ്പന മുതൽ തേനി വരെ മലയോര പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇത്തരം ഒരു തുരങ്കപാത വരുന്നതോടുകൂടി 20 കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. കട്ടപ്പന തേനി തുരങ്കപാത. റോഡ് ഗതാഗതം 2026-27 സാമ്പത്തിക വർഷത്തിലെ ഈ മേഖലയ്ക്കുള്ള വിഹിതം മുൻവർഷത്തെ 194.84 കോടിയിൽ നിന്നും 222.1 കോടിയായി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ KSRTCക്ക് 185.72 കോടി രൂപയും മോട്ടോർ വാഹന വകുപ്പിന് 38.38 കോടി രൂപയും തിരുവനന്തപുരത്തെ ശ്രീചന്ദ്രനാൾ കോളേജിന് 4 കോടി രൂപ ഉൾപ്പെടുന്നു. സർ, 2020 KSRTC 2021 മുതൽ 26 ജനുവരി വരെ ആകെ 662 പുതിയ ബസ്സുകൾ KSRTC 134, സ്വിഫ്റ്റ് 528 നിരത്തിലിറക്കൊണ്ട് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന ബസ്സുകളെ കണ്ടം ചെയ്ത് പുതിയ വാങ്ങുന്നതിന്റെ ഭാഗമായി ആധുനിക DSL BS6 ബസ്സുകൾ വാങ്ങുന്നതിനുള്ള വിഹിതം 127 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുവാനും പ്രതിമാസ പ്രവർത്തന നഷ്ടം കുറയ്ക്കുന്നതിനും KSRTC ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. KSRTCയുടെ കീഴിലുള്ള നിലവിലെ വാഹനങ്ങളെല്ലാം കൂടുതൽ പ്രവർത്തനക്ഷമമാക്കേണ്ടതുണ്ട്. ഈ നേട്ടം കൈവരിക്കുന്നതിന് വർക്ക്ഷോപ്പ്, ഡിപ്പോകൾ എന്നിവയുടെ ആധുനികവൽക്കരണം എന്ന പദ്ധതിക്ക് 45.72 കോടി രൂപ വകയിരുത്തുന്നു. KSRTC ഗവേണൻസ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ പരിഷ്കരണങ്ങൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. KSRTC ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിക്കുന്നു എന്നുള്ളത് മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല മെച്ചപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്.
സാറ് വിവിധ ബസ് സ്റ്റാൻഡുകൾ മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം, ചങ്ങനാശ്ശേരി, കൊട്ടാരക്കര, കായംകുളം, ചെങ്ങന്നൂർ, ആറ്റിങ്ങൽ എന്നിവയുടെ പ്രീഫാബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സാർ. മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് ഗതാഗത സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്ന പദ്ധതിക്കായി 18.62 കോടി വെക്കുന്നു. ഉൾനാടൻ ജലഗതാഗതം ഒരു മൾട്ടി മോഡൽ ഗതാഗത ശൃംഖല വികസിപ്പിക്കുക എന്നത് സംസ്ഥാനത്തിന്റെ പ്രധാന കാഴ്ചപ്പാടാണ്. നമ്മുടെ ജലചാലുകളുടെയും നാവിഗേഷൻ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും കേരളം മുൻഗണന നൽകിയിട്ടുണ്ട്. കൂടുതൽ യാത്രക്കാരെയും ചരക്ക് ഗതാഗതവും ആകർഷിക്കുന്നതിനായി വെസ്റ്റ് കോസ്റ്റ് കനാൽ പൂർത്തീകരണത്തിന് പ്രാധാന്യം നൽകുന്നു. 138 കോടി രൂപ ഇതിനായിട്ട് മാറ്റിവെക്കുന്നു. ജലഗതാഗത വ്യവസ്ഥനായി 33.11 കോടി രൂപയും ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് കോർപ്പറേഷന് വേണ്ടി 9.76 കോടി രൂപയും കോസ്റ്റൽ ഷിപ്പിങ്ങിന് 95.27 കോടി രൂപയും മാറ്റിവെക്കുന്നു. ജലഗതാഗതത്തിന്റെ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഇന്ധനക്ഷമതയുള്ള പുതിയ വെസലുകൾ വാങ്ങുന്നതിനും 28.11 കോടി രൂപ മാറ്റിവെക്കുന്നു. ഉൾനാടൻ കനാലുകളുടെ കനാൽ പദ്ധതിയുടെ സംസ്ഥാന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ 70.8 കോടി രൂപ മാറ്റിവെക്കുന്നു. ഫീഡർ കനാലുകളുടെ വികസനത്തിന് 23 കോടി രൂപയും തീരദേശ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷന് 95.27 കോടി രൂപയും മാറ്റിവെക്കുന്നു. സാർ, മറ്റ് ഗതാഗത സർവീസുകൾ സാർ, കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിലുള്ള EAP ഘടകമായി 79.03 കോടി രൂപ മാറ്റിവെക്കുന്നു. EAP വിധമായി 136 സാർ, നഗര മൊബിലിറ്റി പ്രദേശങ്ങളിലെ ഗതാഗത വികസനം, പ്രവർത്തനം, പരിപാലനം, നിരീക്ഷണം, മേൽനോട്ടം എന്നിവയ്ക്കായുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏകോപന അതോറിറ്റിയായ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 3 കോടി മാറ്റിവെക്കുന്നു. ശബരിമല ഗ്രീൻഫീൽഡ് പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ വർഷം 4.96 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, വിനോദസഞ്ചാരം സാർ, കേരളം സന്ദർശിക്കുന്ന വിദേശ സഞ്ചാരികളുടെ എണ്ണം 2023 6.5 ലക്ഷത്തിൽ നിന്നും 6.5 ലക്ഷത്തിൽ നിന്നും 2024 7.1 ലക്ഷമായിട്ട് ഉയർന്നു. പൈതൃക സാംസ്കാരിക ടൂറിസത്തിന്റെ പ്രചരണം, ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതികൾ, ഡിസൈൻ പോളിസിയുടെ നടപ്പാക്കൽ, ടൂറിസം ഹബുകളുടെ വികസനം, മാർക്കറ്റിംഗ്, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയാണ് 2026-27 ബജറ്റിലെ പ്രധാന മുൻഗണനാ മേഖലകൾ. വിനോദസഞ്ചാര മേഖലയുടെ വിഹിതം മുൻവർഷം 385.02 കോടി രൂപയായിരുന്നത് 413.52 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സാർ, ടൂറിസം മേഖലയുടെ വികസനത്തിന് ടൂറിസം സർക്യൂട്ടുകൾക്ക് അനന്ത സാധ്യതകളാണുള്ളത്. ടൂറിസം സർക്യൂട്ടുകൾ വികസിപ്പിക്കുന്നതിനായി സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമായി കണ്ണൂരിലെ ധർമ്മടത്തിന് ചുറ്റും ഒരു സംയോജിത ബ്ലൂ ഗ്രീൻ ഇന്റഗ്രേറ്റഡ് ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കും. ധർമ്മടം നദി ക്രൂയിസ് സർക്യൂട്ട്, ധർമ്മടം ബയോ റിസർവ്, വാക്കിംഗ് മ്യൂസിയം, മാൻഗ്രോവ് ഇൻഫർമേഷൻ സെന്റർ എന്നുൾപ്പെടുന്ന ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലം ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിന്റെയും മലബാർ സർക്യൂട്ടിന്റെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾക്ക് 85 കോടി രൂപ ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ 20 കോടി രൂപ നൽകുന്നു. കേരളത്തിലെ പരമ്പരാഗത ഉത്സവങ്ങൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ആകർഷമാക്കുന്നതിന്റെ ഭാഗമായി പൈതൃകം, പരിസ്ഥിതി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തിനും പ്രോത്സാഹന പദ്ധതിക്ക് 29 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് നവീകരിക്കുന്നതിനായി 159 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബേപ്പൂർ, കൊച്ചി ഹെറിറ്റേജ് എന്നീ പുതിയ പ്രൊജക്ടുകൾക്ക് 5 കോടി രൂപ വീതം വകയിരുത്തുന്നു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 14.1 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര മേഖലയിൽ ഉൽപ്പന്നങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സബ്സിഡി ഇൻസെന്റീവുകൾ നൽകുന്ന പദ്ധതിക്ക് 13.5 കോടി രൂപ വകയിരുത്തുന്നു. കുമരകം ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിന് 5 കോടി രൂപയും PG ടൂറിസം പദ്ധതി PPP മോഡലിൽ വികസനം നടത്തുന്ന പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഉള്ള പഠനത്തിനായി 1 കോടി രൂപയും വകയിരുത്തുന്നു. നമ്മുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്ന മുസ്ലിംസ് ഹെറിറ്റേജ് സ്പൈസസ് റോഡ് പദ്ധതി, റിവർ ക്രൂയിസ് ഹെറിറ്റേജ് പദ്ധതി എന്നിവയ്ക്ക് 14 കോടി രൂപയും കൊച്ചിൻ വൈപ്പിൻ മേഖലയിൽ ഓഷണറി പദ്ധതിയുടെ പഠനത്തിനായി 1 കോടി രൂപയും വകയിരുത്തുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മാതൃകയിൽ ആരംഭിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംസ്ഥാനത്ത് 14 സ്ഥലങ്ങളിൽ നടത്തുന്നതിനായി 10.46 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലം ജില്ലയുടെ ടൂറിസം വികസിപ്പിക്കുന്നതിനും അറബിക്കടലിലൂടെ ആഗോള ടൂറിസം ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതിനും കൊല്ലത്തൊരു മറീന നിർമ്മിക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപയും അഷ്ടമുടി കായലിന് ചുറ്റും സൈക്കിൾ ട്രാക്ക് വികസിപ്പിക്കാൻ 10 കോടി രൂപയും മൺട്രോത്തുരുത്തിലെ ടൂറിസം വികസനത്തിനായി 5 കോടി രൂപയും കൊല്ലം വേഷണത്തിന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് 10 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, തീർത്ഥാടന ടൂറിസം 447 വർഷം പഴക്കമുള്ള കോട്ടയം ചെറിയപള്ളി മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. കോട്ടയം ചെറിയപള്ളിയെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗകര്യം വികസിപ്പിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കട്ടപ്പന കല്യാണത്തുണ്ട് പദ്ധതിയെ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്ന അഞ്ചുരുളി ടൂറിസം വികസനത്തിന് ആവശ്യമായ പണം അനുവദിക്കുന്നു. സാർ, മങ്ങാട്ടുപാറ സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനം നടത്താനായിട്ട് 1 കോടി രൂപ മാറ്റിവെക്കുന്നു പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട്. ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും സുശക്തമായ ഒരു ശാസ്ത്ര സാങ്കേതിക മേഖല വാർത്തെടുക്കാനുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നത്. ഈ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 228.83 കോടിയിൽ നിന്നും 260.78 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സാർ,
കേരളത്തിന്റെ ശക്തമായ വിദ്യാഭ്യാസ അടിത്തറ, വൈവിധ്യമാർന്ന ജൈവവൈവിധ്യം, പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള പ്രതിബദ്ധത എന്നിവ പ്രയോജനപ്പെടുത്തി സുസ്ഥിര വികസനത്തിനുള്ള ഒരു സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന പേരിൽ കണ്ണൂരിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് 102.78 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിക്ക് 60 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് പുലിയനാർകോട്ടയിലെ പുതിയ ക്യാമ്പസ് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനത്തിന് 90 കോടി രൂപ ഉയർത്തുന്നു. സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിന് 8 കോടി രൂപ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിക്കുന്നതിനായി 20 കോടി രൂപ ഉയർത്തുന്നു. സർ, വൈവിധ്യ ബോർഡിന് 13 കോടി രൂപയും മലിനീകരണ നിയന്ത്രണ ബോർഡിന് 3 കോടി രൂപയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷന് 1 കോടി രൂപയും ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ 13 കോടി രൂപയും മാറ്റിവെക്കുന്നു. സർ, പൊതുവിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസ മേഖലകൾ ബജറ്റ് വിഹിതത്തിലും വിനിയോഗത്തിലും വൻ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപ വർഷങ്ങളിൽ ബജറ്റ് വിഹിതത്തെക്കാൾ കൂടുതൽ തുക ചെലവഴിക്കാൻ സാധിച്ചു എന്നത് കാര്യക്ഷമമായി പദ്ധതികൾ നടപ്പിലാക്കുന്നതിലെ മികവിനെയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ നൽകുന്ന മുൻഗണനയുമാണ് സൂചിപ്പിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ ഗുണമേന്മാ സൂചികയിലടക്കം എല്ലാ ഘടകങ്ങളും കേരളം മുന്നിലെത്തി. സർ, കേരളം ഒരു ദശാബ്ദത്തിനിടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്കായി അനുവദിച്ച 8719.14 കോടി രൂപയിൽ 8020 കോടി രൂപയും ചെലവഴിക്കാൻ സാധിച്ചു കഴിഞ്ഞു. ഈ നേട്ടങ്ങൾ നിലനിർത്തുന്ന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി പിന്തുണാ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് 1128.71 കോടി രൂപ വകയിരുത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനം. സർ, കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി സർക്കാർ നടപ്പിലാക്കിയ ലക്ഷ്യാധിഷ്ഠിത നിക്ഷേപത്തിലുള്ള ഫലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു. കിഫ്ബി മുഖേന 2565 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. പ്രൈമറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ മേഖലയ്ക്കായി 167 കോടി രൂപ പദ്ധതിയിൽ വകയിരുത്തുന്നു. തടസ്സരഹിത വിദ്യാഭ്യാസത്തിനായി 11 കോടി, അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് 56.25 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി പ്രത്യേക ഫണ്ടുകളും കർമ്മപദ്ധതികളും സർക്കാർ നൽകി വരുന്നുണ്ട്. ഈ പരിപാടികൾ തുടരുന്നതിനായി ആകെ 102.64 കോടി രൂപ. അധ്യാപകരുടെ ശാക്തീകരണത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാലിന്യ സംസ്കരണത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ആധുനികവൽക്കരണ പാതയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 42 കോടി രൂപ വകയിരുത്തുന്നു. സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിക്കായി 150.34 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ എയ്ഡഡ് സർക്കാർ UP സ്കൂളുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകുന്നതിനുള്ള കൈത്തറി ഡയറക്ടറേറ്റിന്റെ പദ്ധതിക്കായുള്ള 70 കോടി രൂപ ഉൾപ്പെടും. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി 62 കോടി രൂപ വകയിരുത്തുന്നു. ഹയർ സെക്കൻഡറി തലത്തിൽ സ്കൂൾ തലത്തിലും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിക്കായി 7.9 കോടി രൂപയും സർക്കാർ കെട്ടിടങ്ങളിലെ ബഹുനില കെട്ടിടങ്ങൾക്ക് 74 കോടി രൂപയും CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചലഞ്ചിന് 10.1 കോടി രൂപയും മറ്റും. സർ, സമഗ്ര ശിക്ഷയുടെ സംസ്ഥാന വിഹിതമായ 55 കോടി, സമഗ്ര ശിക്ഷ പ്രൊജക്ട് മുഖേന നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി 23 കോടി രൂപ മാറ്റിവെക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെ പഠന തുടർച്ച, വിദ്യാഭ്യാസം ഗുണമേന്മ ഉറപ്പാക്കൽ തുടങ്ങി ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് 14.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി കേരളത്തിൽ 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലായി 45,000 ക്ലാസ് മുറികളെ സാങ്കേതിക സൗഹൃദമുള്ളതായി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സ്കൂൾ പദ്ധതിയിൽ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തുകയും കഴിഞ്ഞ വർഷം വിന്യസിച്ച 9,000 കിറ്റുകൾക്ക് പുറമെ 20,000-ൽ അധികം റോബോട്ടിക് കിറ്റുകൾ സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾ തുടർന്ന് ശക്തിപ്പെടുത്തുന്നതിനായി കൈറ്റിന് 38.5 കോടി രൂപ വകയിരുത്തുന്നു. മിഡ് ഡേ മീൽ പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതം മതിയാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതമായ 150 കോടി രൂപയ്ക്ക് പുറമെ 260.66 കോടി രൂപ കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. ആകെ 410.66 കോടി രൂപ മിഡ് ഡേ മീൽ പദ്ധതിക്കും അനുബന്ധ പോഷകാഹാരത്തിനുമായി പ്രത്യേകിച്ച് SC/ST വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വകയിരുത്തുന്നു. സർ, ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് സ്കൂളുകൾക്കായി പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കുന്ന പ്രക്രിയ SCRT ആരംഭിച്ചിട്ടുണ്ട്. SCRTയുടെ പ്രവർത്തനങ്ങൾക്കായി 21.25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉന്നത വിദ്യാഭ്യാസം. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നയപരമായ വലിയ മാറ്റങ്ങളും
സ്ഥാപനങ്ങളുടെ വിപുലീകരണവും നടപ്പിലായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 2016-17 കാലയളവിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധയും വർദ്ധിച്ച പദ്ധതി വിഹിതം നൽകി വരുന്നുണ്ട്. അതിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ദേശീയ റാങ്കിലെയും അക്രഡിറ്റേഷനിലെയും മുന്നേറ്റത്തിൽ നിന്ന് വ്യക്തമാണ്. സർവകലാശാല ഭരണത്തെ കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനും 4 വർഷ ബിരുദ കോഴ്സുകൾ പ്രാവർത്തികമാക്കുന്നതിനും 851.46 കോടി രൂപ നീക്കിവെക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 8.67% അധികമാണ്. സാർ, ദേശീയ തലത്തിലുള്ള NIRF റാങ്കിങ്ങിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം തുടരുന്നു. രാജ്യത്തെ മികച്ച 100 കോളേജുകളിൽ 18 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. സർവകലാശാല വിഭാഗത്തിൽ കേരള, മഹാത്മാഗാന്ധി, കുസാറ്റ് എന്നീ സർവകലാശാലകൾ ആദ്യ 50 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. കേരള സർവകലാശാല NAC A++ ഗ്രേഡ് കരസ്ഥമാക്കി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയ സർവകലാശാലയായി. NIRF 2025 സംസ്ഥാന പൊതു സർവകലാശാലയിൽ 5ാം സ്ഥാനവും സർവകലാശാല വിഭാഗത്തിൽ 21ാം സ്ഥാനവും നേടി. സാർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 259.09 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് കുറെ കാലമായി പരിഷ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. സാർ, പത്രപ്രവർത്തകരുടെ പെൻഷൻ നേരത്തെ വർദ്ധിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും 1500 രൂപ വെച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതോടുകൂടി 13000 രൂപ ആ പെൻഷനായി വർദ്ധിക്കും പത്രപ്രവർത്തക പെൻഷൻ. പൊതു ഹോസ്റ്റൽ സൗകര്യങ്ങളും സ്കോളർഷിപ്പുകളും. സാർ, താമസ സൗകര്യമില്ലാത്തതിനാൽ ഒരു വിദ്യാർത്ഥിക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്ന ലക്ഷ്യത്തോടുകൂടി പൊതു ഹോസ്റ്റൽ പദ്ധതി ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവിധ ഫെലോഷിപ്പുകൾ ഒക്കെ ഉൾപ്പെടുത്തുന്നതിനകത്ത് സർവകലാശാലയിലും ഉന്നത വിദ്യാഭ്യാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ സമയ PhD ഗവേഷകർക്ക് മറ്റ് ഫെലോഷിപ്പുകൾ കിട്ടാത്തവർക്ക് പ്രതിമാസം 15000 രൂപ നിരക്കിൽ ഫെലോഷിപ്പ് നൽകും. ഇതൊരു പുതിയ പദ്ധതിയാണ്. ഇത് ഗവേഷണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പദ്ധതിക്കായിട്ട് 38.76 കോടി രൂപ വകയിരുത്തുന്നു. സാങ്കേതിക വിദ്യാഭ്യാസവും ഗവേഷണവും 295 കോടി ഈ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു. IHRDക്കായി 40 കോടിയും ട്രസ്റ്റ് പാർക്കിനായി 4 കോടിയും LBSന് 9.58 കോടി രൂപയും സർക്കാർ പോളിടെക്നിക്കുകൾക്ക് 49 കോടി രൂപയും ടെക്നിക്കൽ ഹൈസ്കൂളുകൾക്ക് 11.5 കോടി രൂപയും മാറ്റിവെക്കുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 10 മികവിന്റെ കേന്ദ്രങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. സെന്റേഴ്സ് ഓഫ് എക്സലൻസ്. ഇവയിൽ 5 എണ്ണം സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രസ്തുത പ്രവർത്തനങ്ങൾക്കായി 12 കോടി വകയിരുത്തുന്നു. സർവകലാശാലയിലെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാനുള്ള ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനം എല്ലാ സർവകലാശാലയിലും വ്യാപിപ്പിക്കുന്നതിനായി 2 കോടി രൂപ കെയർഇപ് എന്ന പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു. സാർ, ശാസ്ത്രം കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 30.70 കോടി രൂപ വകയിരുത്തുന്നു. ഞാൻ ആ സ്ഥലങ്ങളെല്ലാം വായിക്കുന്നില്ല. സർക്കാർ നിയമപഠന കോളേജുകൾക്ക് പ്രവർത്തനങ്ങൾക്കായി 16.7 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് 22 കോടി രൂപ മാറ്റിവെക്കുന്നു. അസാപ്പിന് 35.3 കോടി രൂപ മാറ്റിവെക്കുന്നു. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പ്രവർത്തനങ്ങൾക്ക് 11.5 കോടി രൂപ മാറ്റിവെക്കുന്നു. PG സംസ്കൃതി കേന്ദ്രത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മറ്റ് ഭൗതിക മാനവ വികസന പരിപാടികൾക്ക് പദ്ധതിയായിട്ട് 104 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കലയും സംസ്കാരവും. സാംസ്കാരിക കാര്യ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ കലയും സാംസ്കാരിക പൈതൃകവും വളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ശ്രദ്ധേയമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. കലാ സാംസ്കാരിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതത്തിൽ 30% വർധനവ് വരുത്തുന്നു. ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നതിനായി 13 കോടി രൂപ വകയിരുത്തുന്നു. സാംസ്കാരിക കേരളം സ്മൃതി മന്ദിരം. സർ, കേരളത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക മേഖലകളിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകി അന്തരിച്ച പ്രശസ്ത കലാകാരന്മാരുടെ സ്മരണയ്ക്കായി അത്യാധുനിക സ്മാരക മ്യൂസിയമായും സാംസ്കാരിക സ്മൃതി മന്ദിരം സ്ഥാപിക്കും. വെറുമൊരു സ്മാരകത്തിനപ്പുറം കേരളത്തിന്റെ കലാപരമായ പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു സാംസ്കാരിക ആയിട്ടായിരിക്കും ഈ മ്യൂസിയം പ്രവർത്തിക്കുക. ഈ സ്ഥാപനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. പെരളശ്ശേരി സാംസ്കാരിക ഇടനാഴി. സാർ, തിരുവനന്തപുരത്തെ മാനവീയ മാതൃകയിൽ പെരളശ്ശേരിയിൽ ഒരു സ്ഥിരം ജീവിത സാംസ്കാരിക ഇടനാഴി സ്ഥാപിക്കും. തെയ്യം മുതൽ ഫോക്ലോർ കലാരൂപങ്ങൾ എന്നിവയ്ക്കുള്ള ഓപ്പൺ എയർ സ്റ്റേജ്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റുകൾ, ലിറ്റററി കോർണർ എന്നിവയുണ്ടാവും. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, MD മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം. MD മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. MDയുടെ
മലയാള ഭാഷയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും കേന്ദ്രീകരിക്കുകയും എം ഡി വാസുദേവൻ നായരുടെ സാഹിത്യ സംഭാവനകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും വെളിച്ചം വീശുകയും ചെയ്യുന്നതായിരിക്കും ഈ പദ്ധതി. ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിന് വേണ്ടി നേരത്തെ വെച്ച പണം കൂടാതെ 1.5 കോടി രൂപ കൂടി ഈ വർഷം വകയിരുത്തുന്നു. സാർ, സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ പിണറായി ഒരു ബഹുമുഖ സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് സൗത്ത് കോൺ കൾച്ചറൽ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രാദേശികമായ കലകളെയും കരകൗശല വിദ്യകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കലാപ്രകടനങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശില്പശാലകൾക്കും കലാകാരന്മാർ തമ്മിലുള്ള സംവാദങ്ങൾക്കുമായി പ്രത്യേക ഇടങ്ങൾ ഒരുക്കി സാംസ്കാരിക വിനിമയം സുഗമമാക്കുകയാണ് ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വിലയിരുത്തുന്നു. ജില്ലാതല പുരാവസ്തു പൈതൃക മ്യൂസിയം പദ്ധതിക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന പുരാരേഖ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. AKG മ്യൂസിയത്തിൽ പ്രദർശന വസ്തുക്കൾ ഒരുക്കുന്നതിനും ലാൻഡ്സ്കേപ്പിങ്ങിനും വാർഷിക വരുമാനത്തിനായി 4.5 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂരിലെ തളിപ്പറമ്പിൽ മൃഗശാല സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷം 4 കോടി രൂപ കൂടി വകയിരുത്തുന്നു. കൊല്ലത്തെ ഹിസ്റ്ററി ആൻഡ് മാരിടൈം മ്യൂസിയത്തിന് 3 കോടി രൂപ വകയിരുത്തുന്നു. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ സംവിധായകർക്ക് ഫീച്ചർ ഫിലിമുകളുടെ നിർമ്മാണത്തിന് സഹായം നൽകുന്നതിന് 7 കോടി രൂപ വിഹിതം 7 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി രൂപ. സർ, ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മക്കൂം രണ്ടാമന്റെ പേരിൽ ഒരു ചരിത്ര ഗവേഷണത്തിനായിട്ടുള്ള സെന്റർ പൊന്നാനിയിൽ സ്ഥാപിക്കുന്നതിനായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടി രൂപ. കേരള നടൻ കലാ അക്കാദമിക്ക് 5 കോടി രൂപ. ചലച്ചിത്ര അക്കാദമിക്ക് 16 കോടി രൂപ. കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് 27.5 കോടി രൂപ. ഇങ്ങനെ വകയിരുത്തുന്നു. സർ, ഉത്കൃഷ്ടരായ കലാസാഹിത്യ വ്യക്തികളുടെ സ്മാരകങ്ങൾക്കുള്ള സഹായമായി 5 കോടി രൂപ വകയിരുത്തുന്നു. മഴമിഴി പദ്ധതിക്ക് 2 കോടി രൂപയും കലാകാരന്മാർക്കുള്ള ഉപജീവനം റൂറൽ ആർട്ട് ക്ലബ്ബുകൾക്കായിട്ട് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കായംകുളത്ത് തോപ്പിൽ ബാസി, തൃശ്ശൂരിൽ PJ ആന്റണി, കണ്ണൂരിൽ KT മുഹമ്മദ് എന്നീ നാടക ഇതിഹാസങ്ങളെ ആദരിക്കാൻ കോഴിക്കോട് സ്ഥിരം നാടക ഇതിഹാസങ്ങളെ കോഴിക്കോടാണ്, അത് കറക്ഷൻ ഉണ്ട്. KT മുഹമ്മദ് എന്നീ നാടക ഇതിഹാസങ്ങളെ ആദരിക്കാൻ സ്ഥിരം നാടക തിയേറ്ററുകൾ നിർമ്മിക്കുവാൻ നാടകഗ്രഹം എന്ന പുതിയ പദ്ധതിക്കായി 2.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, മ്യൂസിയം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടുകൊണ്ടാണ് കണ്ണൂരിലെ കൈത്തറി മ്യൂസിയം, തെയ്യം മ്യൂസിയം, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എന്നീ പുതിയ മ്യൂസിയം പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കി അവ പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. മ്യൂസിയം ആൻഡ് മൃഗശാല വകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 36.2 കോടി രൂപ വകയിരുത്തുന്നു. മാറിവേനസ് മ്യൂസിയത്തിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പുരാരേഖ പഠന ഗവേഷണ കേന്ദ്രം കേരളത്തിലെ സംസ്ഥാന പുരാരേഖ വകുപ്പ് കേരള സർവകലാശാലയുമായി സഹകരിച്ച് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രവും അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രവും സ്ഥാപനവും സജ്ജമാക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ആധുനിക സ്ഥാപനം പുരാരേഖ പഠന മേഖലയിലെ ആശയവിനിമയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായികവും യുവജന ക്ഷേമവും ഈ സർക്കാർ ഉയർന്ന മുൻഗണന നൽകി വരുന്ന മേഖലകൾ ഒന്നാണ് കായികവും യുവജനകാര്യവും. കായിക യുവജനകാര്യ വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ സർ 51.90% വർധനവ് വരുത്തിക്കൊണ്ട് 220.86 കോടി രൂപ വകയിരുത്തുന്നു. കായിക അടിസ്ഥാന സൗകര്യ വികസനം പുതിയ കായിക സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള മികച്ച രീതിയിൽ നിലനിർത്തുന്നതിനായി 30.5 കോടി രൂപ വകയിരുത്തുന്നു. ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന പദ്ധതി തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 28 വിഹിതം വർദ്ധിപ്പിച്ച് 28 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 2036 ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കാൻ അത്ലറ്റുകളെ സജ്ജമാക്കുക എന്ന ദീർഘകാല ദർശനത്തോടെ കോളേജ് തലത്തിൽ യുവ കായിക പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ സംരംഭമാണ് കോളേജ് സ്പോർട്സ് ലീഗ്. മത്സര കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അർത്ഥവത്തായ ജീവിതാനുഭവങ്ങൾ നൽകുക എന്നാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്ത്രീയ അത്ലറ്റുകൾ പിന്തുണയും ആധുനിക വൈദ്യ സഹായവും നൽകുന്നതിനായി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് 6.9 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള കായിക പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർ പാരാ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതി ആരംഭിക്കും. ഇതിനായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരത്തെ GV ജയരാജ സ്പോർട്സ് സ്കൂളിന് 17 കോടി രൂപയും കണ്ണൂർ സ്കൂളിനും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും 17 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ സ്പോർട്സ് സ്കൂളിന്റെ സൗകര്യത്തിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാ കോളേജ് സ്കൂൾ തലങ്ങളിലുള്ള കായിക അക്കാദമികളുടെ സ്ഥാപനത്തിനും ചെലവുകൾക്കായിട്ട് 17 കോടി രൂപ വകയിരുത്തുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ സഹകരിച്ച് താഴെത്തട്ടിൽ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് 12 കോടി രൂപ വകയിരുത്തുന്നു. സർ,
തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിലെ കായിക സൗകര്യങ്ങൾ ഒരു റെസിഡൻഷ്യൽ സ്പോർട്സ് അക്കാദമിയായി ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കണ്ണൂരിലെ ഇന്റർനാഷണൽ സ്പോർട്സ് ഹബ്ബ് ഉന്നത നിലവാരമുള്ള സ്പോർട്സ് സൗകര്യങ്ങളും ഉയർന്ന വരുമാനമുള്ള വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും സംയോജിച്ചുകൊണ്ട് സ്വയം സുസ്ഥിര പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഫിഫ നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയവും FIH നിലവാരമുള്ള ഹോക്കി അരീനയും ഒരു ഷോപ്പിംഗ് മാളും 4 സ്റ്റാർ ഹോട്ടലും ഇതിൽ ഉൾപ്പെടും. 4 സ്റ്റാർ ഹോട്ടൽ ഇതിൽ ഉൾപ്പെടും. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകാ പദ്ധതിക്കായിട്ട് പരിശോധിക്കുന്നതാണ്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് രൂപീകരിക്കുന്നതിന് കേരള സ്പോർട്സ് കമ്മീഷൻ ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ നിന്നും മറ്റ് വിവിധ മാർഗങ്ങളിൽ നിന്നും പ്രസ്തുത ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വരൂപിക്കാൻ ലക്ഷ്യമിടുന്നു. PP മോഡലിൽ സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് പ്രൊജക്ട് മോഡലിൽ വിവിധ കായിക വികസന പ്രവർത്തനം നടത്താനായിട്ട് സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ടിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. പ്രൈമറി സ്കൂൾ മുതൽ ഹെൽത്തി കിഡ്സ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന പുതിയ പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ 45.6 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായിക സംസ്കാരം വികസിപ്പിക്കാനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് 12 കോടി വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 7.4 കോടി രൂപ അധികമാണ്. സർ, കേരളോത്സവം സംഘടിപ്പിക്കുന്നതിനായിട്ട് യുവജനക്ഷേമ ബോർഡിന് 6.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ദേവികുളം നാഷണൽ അഡ്വഞ്ചർ അക്കാദമി നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് 8 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും കേരളത്തിന്റെ ആരോഗ്യരംഗം വികസിത രാജ്യങ്ങളോട് കിടവയ്ക്കുന്ന മികച്ച തരത്തിൽ ശ്രദ്ധേയമായതാണ്. മനുഷ്യന്റെ ശാരീരിക ആരോഗ്യം എന്ന പരിമിതമായ കാഴ്ചപ്പാടിൽ നിന്നും പ്രകൃതിയുടെ പരിസ്ഥിതിയുടെയും നിലനിൽപ്പിനെ കൂടി പരിഗണിക്കുന്ന പൊതുവായ പ്ലാനറ്ററി ഹെൽത്ത് എന്ന വിശാലമായ ലക്ഷ്യത്തേക്ക് 13-14 പഞ്ചവത്സര പദ്ധതികളുടെ മാറിയ കേരളം ചികിത്സാ ചെലവുകൾ കുറയ്ക്കുന്നതിനും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം തന്നെ ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ രീതികൾ ശക്തിപ്പെടുത്തുന്നതിന് മുൻഗണന നൽകി. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായിട്ട് വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ 350 കോടി രൂപ 350.12 കോടി രൂപ 16.28% കൂടുതലാണ്. സർ, ലോകമെമ്പാടുള്ള മരണകാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങളിൽ ഒന്നാണ് ന്യൂമോണിയ. പ്രായമായവരിൽ, പ്രത്യേകിച്ച് ചില വിട്ടുമാറാത്ത രോഗാവസ്ഥകളുള്ളവരിൽ ന്യൂമോകോക്കൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കേരളത്തിലെ വയോധികർക്കിടയിൽ ന്യൂമോകോക്കൽ വാക്സിനേഷൻ പരിപാടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. സർ, BPL കുടുംബങ്ങളിലെ 60 വയസ്സും അതിനും കൂടുതലുള്ള പ്രായമുള്ള വ്യക്തികളെയാണ് ഈ പരിപാടി പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ഈ പരിപാടിക്കായി 50 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഡയാലിസിസ് സൗകര്യമില്ലാത്ത എല്ലാ താലൂക്ക് തല ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും. അങ്ങനെ താലൂക്ക് തലം വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഈ സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. ഇതിനായി 14.2 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മലബാർ ക്യാൻസർ സെന്ററിന് 50 കോടി രൂപ, കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 30 കോടി രൂപ, RCCക്ക് 90 കോടി രൂപ, മെഡിക്കൽ കോളേജ് വഴിയുള്ള ക്യാൻസർ സെന്ററിലേക്ക് 30 കോടി രൂപ, ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് 3 കോടി രൂപ എന്നിങ്ങനെ ക്യാൻസർ ഉൾപ്പെടെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി 203 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ എല്ലാ മേഖലയിലും നല്ല സാരമായ വർധന വരുത്തിയിട്ടുണ്ട്. സർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന പദ്ധതിയിൽ 6.5 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 42.09 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്ക് സർക്കാർ എംപാനൽഡ് സ്വകാര്യ ആശുപത്രി വഴി സൗജന്യ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. അതിൽ വരുമാന പരിധി കണക്കിലെടുക്കാതെ എല്ലാ ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നു. സാർ, ഈ പദ്ധതിക്കായിട്ട് 900 കോടി രൂപ നീക്കിവെക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 200 കോടി രൂപ അധികമാണ് സാർ ഈ വർഷം മാറ്റിവെക്കുന്ന വിഹിതം. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 12 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ അടങ്കൽ 27.6 കോടി രൂപയും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 2.25 കോടി രൂപയും ഔഷധിക്ക് 2.3 കോടിയും ഹോംകോയ്ക്ക് 1 കോടി രൂപയും മാറ്റിവെക്കുന്നു. സർ, ആധാർ മിഷന്റെ 2ാം ഘട്ടം സുസ്ഥിരമാക്കുന്നതിനായി 70.92 കോടി രൂപ വകയിരുത്തുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണത്തിനായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇതിനു പുറമെ ആരോഗ്യ സേവന വകുപ്പിനും ഈ മേഖലയ്ക്ക് 3.10 കോടി കൊടുക്കുന്നു. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെയും പാരാമെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളുടെയും നിർമ്മാണത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. DHSന്റെ കീഴിലുള്ള ആശുപത്രിയിൽ കാത്തിലാബ് ICU സ്ഥാപിക്കുന്നതിന് 7 കോടി രൂപ മാറ്റിവെക്കുന്നു. ഗോത്ര, തീരദേശ, ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ ആശുപത്രികളുടെയും ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളുടെയും സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന 13 കോടി രൂപ മാറ്റിവെക്കുന്നു. DMAയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്ന വിഹിതം 259.93 കോടി രൂപയാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 77.13 കോടി രൂപയാണ്. സർ, ഇടുക്കി, കോന്നി, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലെ പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ പദ്ധതിക്കായിട്ട് 57.09 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ആയുർവേദ ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിലെ പുതിയ സർക്കാർ ആയുർവേദ കോളേജിന് അഡീഷണൽ ആയിട്ട് 1.5 കോടി രൂപ കൂടി വകയിരുത്തുന്നു. സർ, വേദന സാന്ത്വന വയോജന ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. പകർച്ചവ്യാധി
നിയന്ത്രണം എന്ന പദ്ധതിക്ക് 12 കോടി രൂപയും സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളായി 13 കോടി രൂപയും വകയിരുത്തുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. കനുവ പദ്ധതിക്ക് 108 ആംബുലൻസ് പദ്ധതിക്ക് 38 കോടി രൂപ, പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിക്ക് 6 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. സാർ, ജില്ലാ ആശുപത്രികളിൽ മെനോപോസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. സാർ, നാഷണൽ ഹെൽത്ത് മിഷന്റെ വിവിധ ഘടകങ്ങൾക്ക് 40% സംസ്ഥാന വിഹിതമായി 465.220 കോടി രൂപ വകയിരുത്തുന്നു. PM അഭീം പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വിഹിതമായി 25 കോടി രൂപ വെക്കുന്നു. മൃതസഞ്ജീവിനി മറ്റിടങ്ങളിലെ ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത നിരവധി നിർധന രോഗികൾ ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു. സഞ്ജീവനി പദ്ധതിക്ക് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, ഗ്രാമീണ കുടിവെള്ള വിതരണം. സാർ, ജൽജീവൻ മിഷൻ പദ്ധതി മറ്റ് വിവിധ സംസ്ഥാന പദ്ധതികൾ വഴി ഗ്രാമീണ ജനതയ്ക്ക് സുരക്ഷിതമായ പൈപ്പ് വെള്ള കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ഗ്രാമീണ ജനസംഖ്യ 65.22% പേർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സേവനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തെ പ്ലാനിൽ 659.57 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആകെ കൂടി വരുന്ന ചെലവ് 2240 കോടി രൂപയായിരിക്കും. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് നബാർഡിൽ നിന്ന് വായ്പയെടുത്ത 3750 കോടി രൂപ ഉൾപ്പെടെ ആകെ 9783.28 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. സാർ, ഇതിന്റെ വിവിധ മേഖലകളിൽ ഗുണനിലവാര പരിശോധനയ്ക്ക് 11.56 കോടി രൂപയും നൂതന ആധുനിക സാങ്കേതിക മാനേജ്മെന്റ് സംബന്ധിച്ച് ജലവിതരണ മേഖല പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന 58 കോടി രൂപയും ഗ്രൗണ്ട് വാട്ടർ ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് 21 കോടി രൂപയും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 31 കോടി രൂപയും കമ്മ്യൂണിറ്റി നിയന്ത്രിത ജലനിധി പദ്ധതിക്ക് 32.35 കോടിയും വകയിരുത്തുന്നു. ഗ്രാമീണ മലിനജല നിവാരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിന് 70 കോടി രൂപ പൂർത്തീകരിക്കുന്നു. നിലവിലുള്ള പദ്ധതികൾ ജലവിതരണ സേവനം ഇല്ലാത്തതോ മതിയായ സേവനം ലഭ്യമല്ലാത്തതോ പ്രദേശങ്ങളിലെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് നിലവിലുള്ള പൂർത്തീകരിക്കുന്ന 24 കോടി രൂപ മാറ്റിവെക്കുന്നു. പഴക്കഞ്ഞ പൈപ്പ് ലൈനുകൾ മാറ്റിവെക്കുന്ന നവീകരണ പദ്ധതിക്കായിട്ട് 48 കോടി രൂപ മാറ്റിവെക്കുന്നു. ഭൂഗർഭ ജല റീചാർജിങ് മഴവെള്ള സംഭരണം പദ്ധതിക്കായിട്ട് 12 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, ഭവന നിർമ്മാണം. ലൈഫ് മിഷൻ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത ഗുണഭോക്താക്കളെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെ EWS LIG വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിന് സബ്സിഡി നൽകുന്നതിനായി 33.19 കോടി രൂപ വകയിരുത്തുന്നു. ജീർണിച്ച വീടുകൾ പുനർനിർമ്മിക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വീടുകളും ഘട്ടം ഘട്ടമായി പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ MN ലക്ഷം വീട് പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ ശിശു വകുപ്പിന്റെ തന്റെ ഇടം പദ്ധതിക്ക് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള നിർമ്മിതി കേന്ദ്രം. നൂതന സാങ്കേതിക വിദ്യകൾ ഉറപ്പാക്കുന്നതിനായി കേരള നിർമ്മിതി കേന്ദ്രത്തിന് നേരിലുള്ള പ്രവർത്തനം ഉയർത്തിക്കൊണ്ട് നിർമ്മാണ മേഖലയിൽ അത്യാധുനിക ടെക്നോളജി ഹബ്ബായി വികസിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിർമ്മിതി കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 13.25 കോടി രൂപ വകയിരുത്തുന്നു. ഗൃഹശ്രീ ഭവന പദ്ധതിക്കായിട്ട് 24 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും. സാർ, കേന്ദ്ര സർക്കാർ 4 പുതിയ ലേബർ കോഡുകൾ നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനും തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ തൊഴിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുകയും ചെയ്തു. തൊഴിലാളി ക്ഷേമ മേഖലകൾക്കായി 950.89 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് പദ്ധതി വിഹിതത്തിൽ 436.45 കോടി രൂപയുടെ 84.83% വർധനമാണ് വരുത്തിയിരിക്കുന്നത്. സാർ, തിരുവനന്തപുരം ടെക്നോ പാർക്കിലും എറണാകുളത്ത് ഇൻഫോ പാർക്കിലും ജോലി ചെയ്യുന്ന വനിതകൾക്ക് സുരക്ഷിതത്വവും നിലവാരവുമുള്ള താമസ സൗകര്യം ലഭ്യമാക്കുന്നതിന് കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ITR പാർക്കുകൾ നൽകുന്ന സ്ഥലത്ത് IT ജീവനക്കാർക്കുള്ള ഹോസ്റ്റൽ നിർമ്മിക്കുന്നു. പ്രാഥമികമായിട്ട് ആദ്യഘട്ടമായി ഇതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത മേഖലയായ ബീഡി, ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനവും സംസ്കരണവും, കശുവണ്ടി, കയർ, തഴപ്പായ, കരകൗശല നിർമ്മാണം തുടങ്ങിയ തൊഴിൽ ചെയ്യുന്ന മേഖലകളിലെ തൊഴിലാളികൾക്ക് 1250 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിക്ക് 107 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി കേരളത്തിലെത്തുന്ന അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഈ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് 5.75 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തിന്റെ നൈപുണ്യ വികസന മിഷനായ KSNEയാണ് വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് KSNE 36 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ITകളിലെ പരിശീലനത്തിന്റെ ഗുണനിലവാരവും അക്കാഡമികവും ഉറപ്പാക്കുന്നതിന് പുതിയ ITകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ 44.60 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ശരണ്യ പദ്ധതിക്കായിട്ട് 17.5 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാർക്കുള്ള കൈവല്യ പദ്ധതിക്ക് 7 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പ്രവാസികളുടെ മേഖലയിൽ കേരളത്തിലേക്ക് കൂട്ടമായി വരുന്ന പ്രവാസികളുണ്ട്. നോർക്ക റൂട്ട്സിൽ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതികളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മടങ്ങി വന്ന പ്രവാസികൾക്ക് സുരക്ഷിതമായ ഉപജീവനമാർഗം ഉറപ്പാക്കി അവരെ പുനരധിവസിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതിക്കായിട്ട് 65 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 35 കോടി രൂപ വകയിരുത്തുന്നു. റെസിഡന്റ് കേരളൈസ് വെൽഫെയർ ബോർഡ് പ്രവർത്തനങ്ങൾക്കായിട്ട് 18 കോടി രൂപ വകയിരുത്തുന്നു.
നോർക്ക ക്ഷേമ ബോർഡ് വഴി നടപ്പാക്കുന്ന പ്രവാസി ഡിവിഡൻഡ് സ്കീം പദ്ധതിക്ക് 6.5 കോടി രൂപ ഉയർത്തുന്നു. ലോക കേരള സംഘം സംഘടിപ്പിക്കുന്നതിനും ലോകം കേരളം ഓൺലൈൻ, ലോക കേരള കേന്ദ്രം, ലോക മലയാള കേന്ദ്രം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് 7.3 കോടി രൂപ ഉയർത്തുന്നു. കേരളത്തിന്റെ തനത് സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യം മുൻപിൽ നിർത്തി ആഗോള കേരള സാംസ്കാരിക ഉത്സവം നടത്തുന്നതിന് 1 കോടി രൂപ ഉയർത്തുന്നു. ഭിന്നശേഷി ക്ഷേമം, ഭിന്നശേഷി മേഖലയ്ക്കായിട്ട് 209.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനകത്ത് വിവിധ പദ്ധതികളുണ്ട്. അൻപ് വീട് പോലെയുള്ള പുതിയ പദ്ധതികൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രാദേശിക തലത്തിൽ തന്നെ പരിചരണം നടപ്പാക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്നതാണ്. അൻപ് വീട് എന്ന ഈ പുതിയ പദ്ധതി തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സംയോജിച്ചുള്ള മാതൃകയിലാണ് നടപ്പാക്കുക. കിടപ്പിലായ രോഗികൾ, കഠിനമായ ശാരീരിക വൈദ്യുതി നേടുന്നവർ, വയോധികർ, ക്യാൻസർ രോഗികൾ എന്നിവരെ വീട്ടിൽ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം 600 രൂപയായിരുന്നു സാർ. നിലവിൽ ധനസഹായം 600 രൂപയിൽ നിന്നും 1000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിച്ച നിരക്കിൽ ധനസഹായം നൽകുന്നതിന് ആശ്വാസകിരണം പദ്ധതികളുടെ വിഹിതം 50 കോടി രൂപയിൽ നിന്നും 100 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാരുടെ ഏർലി ഇന്റർവെൻഷൻ, പുനരധിവാസം, പരിശീലനം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുന്നതിനായി ഈ മേഖലയിലെ ഉന്നത സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം ഗണ്യമായി വർദ്ധിപ്പിച്ചു. 5 സ്ഥാപനങ്ങൾക്കായിട്ട് 64 കോടി രൂപ വകയിരുത്തുന്നു. അക്കാദമിക് പ്രോഗ്രാമുകൾ, വൊക്കേഷണൽ ട്രെയിനിങ്, സ്കിൽ കോഴ്സുകൾ, മറ്റ് പരിശീലന ജീവനോപാധി പരിപാടികൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി NIPMR 22.5 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗിന് പരിപാടിക്കായി 27.5 കോടി രൂപ വകയിരുത്തുന്നു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന് 4 കോടി രൂപയും, ഇക്കോൺസിന് 10 കോടി രൂപയും, ഇൻഹാൻസിന് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മുതിർന്ന പൗരന്മാർക്ക് പകൽ സമയ പരിചരണ കേന്ദ്രങ്ങൾ നൽകുന്നതിന് സ്വയംപ്രഭാ ഹോമുകൾ നടത്തി വന്നിരുന്നു. മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തി വന്നിരുന്ന പകൽ വീടുകളെ വിനോദം, ആരോഗ്യപരിചരണം, പോഷകാഹാര ലഭ്യത എന്നിവ കൂടി ഉൾപ്പെടുത്തി സ്വയംപ്രഭാ ഹോമുകളായി ഉയർത്തുകയാണ് ചെയ്തത്. ഈ പദ്ധതിക്ക് തുടരുന്നതിനായി 14 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയോമിത്രം, മുതിർന്നവർക്കൊരു സാന്ത്വന ഹസ്തം. നിലവിൽ 6 കോർപ്പറേഷനും 85 മുനിസിപ്പാലിറ്റിയിലും 4 ബ്ലോക്ക് പഞ്ചായത്തിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ വാതിൽപ്പടി സേവനം ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളുണ്ട്. ഇത് കൂടുതൽ ശക്തമായിട്ട് സാങ്കേതികവും സാമ്പത്തികമായ ഒരു പാലമായിട്ട് സാധാരണക്കാരെ സഹായിക്കുന്ന പദ്ധതിയായിട്ട് ഇത് തുടരും. ഇതിന്റെ പരിചരണത്തിന് 27.5 കോടി രൂപ ഉയർത്തുന്നു. സാർ, വയോജന കമ്മീഷൻ സ്വതന്ത്രവും നിയമപരമായ ഒരു ബോഡിയായി വയോജന കമ്മീഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചു. മുതിർന്ന പൗരന്മാർക്ക് ഇത്തരം ഒരു പ്രത്യേക കമ്മീഷൻ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ കമ്മീഷന്റെ അടിസ്ഥാന ചുമതല. കമ്മീഷന്റെ പരിപാടികൾ നടപ്പിലാക്കുന്നതിലേക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. സർ, വിരമിച്ച ആൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവകാരുണ്യ കൂട്ടായ്മ ഏറെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അനുയാത്രയ്ക്ക് ഒരു ടോക്കൺ സഹായമായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായുള്ള മഴവില്ല് പദ്ധതിക്ക് 6 കോടി രൂപ വകയിരുത്തുന്നു. ലഹരി ഉപയോഗം എന്ന വിപത്തിനെ നേരിടുന്നതിനായി കേവലം നിയമപാലനത്തിനപ്പുറം വിദ്യാഭ്യാസം, വിമുക്തി, സമഗ്ര പുനരധിവാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ലഹരി കുറയ്ക്കുന്നതിനുള്ള കർമ്മപദ്ധതി നടപ്പിലാക്കുന്നതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനപരവും പോഷകാഹാരപരവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവരുടെ വികസനത്തിനും ക്ഷേമത്തിനുമായി വിഹിതം വർദ്ധിപ്പിച്ച് 484.81 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ എല്ലാ അംഗനവാടികളിലും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും മുട്ടയോ പാലോ നൽകുന്ന പദ്ധതി തുടരുന്നതിനായി 80.90 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രസവാനുകൂല്യ നിയമം, വെറ്റർണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ചുള്ള കൃഷികൾ സ്ഥാപിക്കുന്നതിനായി 8 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുന്നതിൽ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളുടെ 0 ടോളറൻസ് സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ പ്രതിബദ്ധത പ്രായോഗികമാക്കുന്നതിനായി സംസ്ഥാനത്ത് നിർഭയ നയം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പരിചരണ കേന്ദ്രങ്ങളുടെയും പിന്തുണാ സേവനങ്ങളുടെയും സമഗ്രമായ വിപുലീകരണത്തിനുള്ള പ്രവർത്തനം നടക്കും. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജയിലുകളിലെ തിരക്ക് പരിഹരിക്കുന്നതിനുള്ള പുതിയ ജയിലുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. നിലവിലുള്ള ജയിലുകളിൽ സുരക്ഷയ്ക്കായി അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള നിരീക്ഷണ സംവിധാനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും അത്യാവശ്യമാണ്. ജയിലുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമായി ജയിലുകളുടെ നവീകരണത്തിനും സുരക്ഷിതത്വത്തിനും തടവുകാരുടെ ക്ഷേമത്തിനുള്ള പരിപാടികൾ തുടരും. ജയിലുകളുടെ നവീകരണത്തിന് 47 കോടി രൂപയുടെ വിഹിതം വകയിരുത്തുന്നു. നഗരവികസനം. സർ, അതിവേഗം നഗരവൽകൃതമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2050 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 80% നഗരപ്രദേശങ്ങളിൽ താമസിക്കുമെന്നാണ് പ്രൊജക്റ്റഡ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ സവിശേഷതകൾ കണക്കിലെടുത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതും പൗരകേന്ദ്രീകൃതമായ സമഗ്ര വികസനത്തിന് നാം ഊന്നൽ നൽകുന്നത്. സർ, രാജ്യത്താദ്യമായി ഒരു അർബൻ പോളിസി കമ്മീഷനെ ഇടത് സർക്കാരാണ് 2023 നിയമിച്ചത്.
കേരളത്തിന്റെ നഗരവൽക്കരണത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിന് പ്രായോഗികമായ നിരവധി നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ നഗരങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പൗരസേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നഗരങ്ങളുടെ സൗകര്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നഗരവൽക്കരണത്തിനുള്ള വേഗതയും വികസന ലക്ഷ്യങ്ങളും കണക്കെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, സാമൂഹ്യ ഉൾപ്പെടുത്തൽ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി നഗരവികസനത്തിനുള്ള വിഹിതം സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ 74.56 കോടി രൂപയുടെ വർധനയോടെ സംസ്ഥാന പദ്ധതി നഗരവികസനത്തിനുള്ള 1094.5 കോടി രൂപ വലയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിക്ക് 1497.26 കോടി രൂപ വകയിരുത്തുന്നു. സർ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 20 കോടി രൂപയുടെ വർധനയോടുകൂടി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശുചിത്വവും മാലിന്യ സംസ്കരണവും സംസ്ഥാനത്ത് ആദ്യമായി 8 നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. സർ, മാതൃകാപരമായ പ്രകടനം ഉയർത്തിക്കാട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക വിഭാഗത്തിൽ മിനിസ്റ്റീരിയൽ അവാർഡ് ലഭിച്ചു. സർ, ഗ്രാമനഗര മേഖലകളിലെ വിവിധ ഖരമാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി മുൻ വർഷത്തേക്കാൾ 145.26 കോടി രൂപയുടെ വർധനയോടുകൂടി 537.48 കോടി രൂപ വരെ എത്തുന്നു. നഗരവികസന മേഖലയ്ക്ക് വിവിധ നിർവഹണ ഏജൻസികൾ വഴി മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 326.48 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശുചിത കേരളത്തിനായി 20 കോടി രൂപയും സ്വച്ഛ് ഭാരത മിഷൻ പദ്ധതിക്കായി 25.26 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി 240 കോടി രൂപ വകയിരുത്തുന്നതിൽ 29.73% വർധനമാണ് വരുത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ നൽകുന്ന നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം മുൻവർഷത്തെ അപേക്ഷിച്ച് 45 കോടി രൂപ വർദ്ധിപ്പിച്ച് 160 കോടിയെ വകയിരുത്തുന്നു. സംയോജിത ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്കായിട്ട് 29.11 കോടിയും സിറ്റീസ് 2.0 പദ്ധതി പ്രകാരം തിരുവനന്തപുരത്തിനായി ഒരു സമഗ്ര ഖരമാലിന്യ സംസ്കരണ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിക്കായിട്ട് 9.75 കോടി രൂപയും വിഹിതമായിട്ട് വെക്കുന്നു. സർ, ഗ്രാമവികസന മേഖലയ്ക്ക് കീഴിൽ ശുചിത്വ കേരളം പദ്ധതിക്കും സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ സംസ്ഥാന വിഹിതത്തിനും ക്ലസ്റ്റർ ലെവൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പുതിയ പദ്ധതിക്കായി 51 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തെക്കാളും 13.5 കോടി അധികമാണ്. അമൃത് 2 പൈപ്പ് ജലവിതരണം സാർവത്രികമാക്കൽ, മലിന സെപ്റ്റേജ് മാനേജ്മെന്റ്, ജലപുനരുപയോഗം, ജലാശയങ്ങളുടെ പുനരുജ്ജീവനം, ഹരിത ഇടങ്ങളും പാർക്കുകളും സൃഷ്ടിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയ അമൃത് 2.0 പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതമായി 299.62 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, വികസന അതോറിറ്റികൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ പദ്ധതിയും ഷീ ഹോസ്റ്റലും പൂർത്തിയാക്കുന്നതിനായി വികസന അതോറിറ്റികളായ ട്രിഡയ്ക്കും GCDAക്കുമായി മൊത്തം 12 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വികസനം. സർ, പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 9.81% 3507 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1929 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1578 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് പട്ടികജാതി ഉപപദ്ധതിയിൽ 318.75 കോടി രൂപയുടെ വർധനമുണ്ട്. സർ, പട്ടികജാതി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, ഭൂമി, ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, തൊഴിൽ, ഉപജീവനം, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രക്രിയ തുടരാനാണ് 26-27 പദ്ധതിയിൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്കായിട്ട് 677.11 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 90.53 കോടി രൂപ അധികമാണ്. കേന്ദ്ര സർക്കാർ വിവിധ കേന്ദ്ര സ്കോളർഷിപ്പ് പദ്ധതികൾക്കുള്ള സാമ്പത്തിക പിന്തുണയിൽ കുറവ് വരുത്തുന്ന സന്ദർഭത്തിലും കേരളം അധിക ബാധ്യത വഹിക്കുകയും ഉയർന്ന നിരക്കിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുകയാണ്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതിക്ക് 242 കോടി രൂപ വകയിരുത്തുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ വകയിരുത്തുന്നു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 22 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിനും സർക്കാർ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്നു. പട്ടികജാതി വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിന് 2 പദ്ധതികൾ കൂടി 75.53 കോടി രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 370 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള 44 ITകളുടെ ആധുനികവൽക്കരണത്തിനും പുനരുജ്ജീവനത്തിനുമായി 15 കോടി രൂപ മാറ്റിവെക്കുന്നു. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭൂമിയും പാർപ്പിടവും നൽകുക എന്നത് സർക്കാരിന്റെ മുൻഗണനാ മേഖലയാണ്. സാർ, പട്ടികജാതി വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് മാന്യമായ ഭവന സൗകര്യം ഉറപ്പാക്കുന്ന വീട് നിർമ്മാണത്തിനും ഭൂമി ലഭ്യമാക്കുന്ന പദ്ധതിക്കുമായി ആകെ 746 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 28 കോടി രൂപ അധികമാണ്. പട്ടികജാതി മേഖലയിലെ ലൈഫ് മിഷൻ മുഖേന നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 300 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് മിഷന് കീഴിൽ ആകെ 1,26,750 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 29,383 അതിലധികം വീടുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. സർ, പഠനമുറി നിർമ്മാണവും സേഫ് പദ്ധതി 14 കോടി രൂപയുടെ വർധനയോടുകൂടി 254 കോടി രൂപ വകയിരുത്തുന്നു.
ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ഭൂമി നൽകുന്നതിനായി 177 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗക്കാരുടെ നൈപുണ്യ പരിശീലനങ്ങൾക്ക് സംരംഭ വികസനത്തിനും അവരുടെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള പട്ടികജാതിക്കുള്ള 109.41 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 33.21 കോടി രൂപയുടെ വർധനമാണ് ഈ മേഖലയിലുള്ളത്. തൊഴിലിനും പരിശീലനത്തിനും മാനവശേഷി വികസനത്തിനുള്ള സഹായം എന്ന പദ്ധതിക്ക് 15 കോടി രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 75 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി സമുദായങ്ങളിലെ നിലവിലുള്ള സംരംഭകർക്ക് അവരുടെ ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനായി സംരംഭകത്വ വികസന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗത്തിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന KBIS പട്ടികജാതി സംരംഭകത്വ വികസന മിഷൻ എന്ന പുതിയ പദ്ധതിക്കായി നടപ്പിലാക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികജാതി മേഖലയിൽ വനിതാ സമൃദ്ധി സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ന പുതിയ പദ്ധതി കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്നതിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികജാതി നഗറിലെ റോഡ്, കുടിവെള്ളം, വൈദ്യുതി എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പദ്ധതിക്ക് 138 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് 65 കോടി രൂപയും പട്ടികജാതി ഉപപദ്ധതികളുടെ കോർപ്പസ് ഫണ്ട് പദ്ധതിക്കായി 53 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സർ, 5 മുതൽ 15 വരെയുള്ള പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന നഗറുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സ്പെഷ്യൽ പാക്കേജ് പദ്ധതിക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വേടർ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ എന്നീ സമുദായങ്ങളുടെ പുനരധിവാസത്തിനും ഉന്നമനത്തിനുള്ള പ്രത്യേക ഇടപെടലുകൾ നടത്തുന്നതിനുള്ള പദ്ധതിക്ക് 52 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ പരിപാലന പദ്ധതിക്ക് 70 കോടി രൂപയും പട്ടികജാതി പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സാമ്പത്തിക സഹായം പദ്ധതിക്ക് 90 കോടി രൂപയും വകയിരുത്തുന്നു. സർ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന് ഇപ്പോൾ ബജറ്റ് വിഹിതം കേന്ദ്രം നൽകുന്നില്ല. ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി 10 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വികസനം സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 2.83% പട്ടികവർഗ ഉപപദ്ധതിക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പട്ടികവർഗ ജനസംഖ്യയുടെ അനുപാതത്തെക്കാൾ കൂടുതലാണിത്. 1012 കോടി രൂപ പട്ടികവർഗ വികസനമായി മാറ്റിവെച്ചിട്ടുണ്ട്. 775 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 237 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്ക് വകയിരുത്തുന്നു. ഈ സർക്കാരിന്റെ കാലയളവിൽ ലൈഫ് മിഷന്റെ കീഴിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങളാണ് താഴെത്തട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ലൈഫ് മിഷന്റെ വിവിധ ഘട്ടങ്ങളിലായി 53,552 പൂർത്തീകരിക്കുകയും 7,268 വീടുകളുടെ നിർമ്മാണം നിലവിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. സുരക്ഷിതവും മാന്യമായ വീടുകൾ നിർമ്മിക്കുന്നതിന് ലൈഫ് മിഷൻ 140 കോടി രൂപ മാറ്റിവെക്കുന്നു. സേഫ് പദ്ധതിയിലൂടെ 80 കോടി രൂപയും പ്രത്യേകമായി വകയിരുത്തുന്നു. സേഫ് പദ്ധതിക്കായി 80 കോടി രൂപയിൽ അതിന് സ്മാർട്ട് സ്റ്റഡി റൂമുകൾ ഉൾപ്പെടെ വിവിധ മേഖലകൾ കൊടുക്കുന്ന കാര്യങ്ങൾക്കായിട്ട് പണം നൽകും. പഠനമുറികൾ നൽകുന്ന പരിപാടിക്ക് 200 പട്ടിക വിദ്യാർത്ഥികൾ ആദ്യ വർഷം പരിഗണിക്കും. 2.5 ലക്ഷം രൂപ വെച്ച് അവർക്ക് നൽകും. പട്ടികവർഗ പുനരധിവാസ വികസനം മുഖേന ഭൂരഹിതരായ പട്ടികവർഗക്കാരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി 42 കോടി രൂപയും ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചെലവുകൾക്ക് നിയമപരവും സാമ്പത്തികമായി പിന്തുണയ്ക്കുമായി പുതിയ പദ്ധതിക്കായി 1 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിക്കായി 163.06 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാവാഹിനി പദ്ധതിക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾക്കായിട്ട് 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ സംരംഭ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 91 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗക്കാർക്കുള്ള വരുമാനദായക കാർഷിക ഉദ്യോഗ പദ്ധതിക്ക് 12 കോടി രൂപ വെക്കുന്നു. 100 ദിവസം പൂർത്തിയാക്കുന്ന പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് അധികമായി നൽകുന്ന 100 ദിവസം തൊഴിൽ നൽകുന്ന കേരള ട്രൈബൽ പ്ലസ് തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽപ്പെടുന്ന ട്രൈബൽ പ്ലസിന് 49.82 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. പട്ടികവർഗ ഉന്നതികളുടെ സൗകര്യങ്ങൾക്ക് 13 കോടി രൂപ, പട്ടികവർഗ ഉപജീവനത്തിന് 11 കോടി രൂപ എന്ന നിലയിലായിട്ട് വകയിരുത്തുന്നു. അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിക്ക് 42 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദ്യാഭ്യാസം, ആരോഗ്യം, മാനവ വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിൽ, ഉപജീവനം, സ്വയം തൊഴിൽ, സാംസ്കാരിക ഉയർച്ച മേഖലയിലെ നിർണായക പോരായ്മകൾ പരിഹരിക്കുന്നതിനായി കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ 52 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ മേഖലയിൽ 2 സ്പെഷ്യൽ സ്കൂളുകൾ, അതുപോലെ 16 മോഡൽ സ്കൂൾ തുടങ്ങിയ സ്കൂളുകളുടെ നടത്തിപ്പിനായി 60 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായം പദ്ധതിക്ക് 6 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗക്കാർക്കിടയിൽ സിക്കിൾ സെൽ അനീമിയ രോഗികൾക്കുള്ള പ്രതിമാസ സഹായത്തിന് 4 കോടി രൂപ വെക്കുന്നു. ജന്മരക്ഷാ പദ്ധതിക്കായിട്ട് 20 കോടി രൂപ വകയിരുത്തുന്നു. ഭക്ഷണത്തിനുള്ള സഹായം, ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പരിപാടികൾ, പട്ടികവർഗങ്ങളിലെ ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കുകയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പട്ടികവർഗ മേഖലയിൽ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതും ഭക്ഷ്യസുരക്ഷയും ഉൾപ്പെടുന്ന വിവിധ പരിപാടികൾക്ക് 22 കോടി രൂപ വെക്കുന്നു. പട്ടികവർഗ ആശ്വാസ ക്ഷേമ നിധിക്ക് 40 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തുടനീളമുള്ള 1182 പട്ടികവർഗ പ്രൊമോട്ടർമാർക്ക് ഓണറേറിയത്തിനും യാത്രാപദ്ധതിക്കായി 19.15 കോടി രൂപയും ഗോത്രബന്ധു പ്രൈമറി സ്കൂളിൽ ഗോത്ര വിഭാഗ അധ്യാപകരുടെ ഓണറേറിയത്തിന് 5.5 കോടി രൂപ ഉൾപ്പെടെ 30.6
0.68 കോടി രൂപ വകയിരുത്തുന്നു. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമം. സർ, 2026-27 ബജറ്റിൽ സർക്കാർ പിന്നാക്ക വിഭാഗങ്ങളുടെ സുസ്ഥിര വികസനത്തിന് മുൻഗണന നൽകുന്നു. പിന്നാക്ക വിഭാഗങ്ങൾ വിദ്യാഭ്യാസം, തൊഴിൽ, ഉപജീവനം എന്നൊക്കെ നൽകുന്നതിന് 200.94 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. OBC വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് 130.78 കോടി രൂപ വകയിരുത്തുന്നു. സർ, OEC വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക്കുലേഷൻ സഹായം 80 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ വൈദഗ്ധ്യം, തൊഴിൽക്ഷമത, സംരംഭകത്വ വികസന പദ്ധതിക്ക് ആകെ 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, പിന്നോക്ക വിഭാഗങ്ങളിലെ വിധവകളുടെ സ്വയം തൊഴിൽ പദ്ധതിക്ക് 3 കോടി രൂപ വകയിരുത്തുന്നു. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാരുടെയും മറ്റ് ശുപാർശിത വിഭാഗങ്ങളുടെയും സുസ്ഥിര വിഭജന അവസരങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതിനായിട്ട് 26-27 പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ ഉപജീവന സഹായ പരിപാടി എന്ന പുതിയ പദ്ധതി ആരംഭിക്കും. ഈ പദ്ധതിക്ക് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ലിമിറ്റിലുള്ള ഓഹരി മൂലധനം 20 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് മൂലധന സഹായത്തിന് 2 കോടി രൂപ നൽകുന്നു. സർ, ന്യൂനപക്ഷങ്ങളുടെ സേവനം. ന്യൂനപക്ഷ മുൻവർഷത്തെ അപേക്ഷിച്ച് 15.99% വർധനയോടുകൂടി ന്യൂനപക്ഷ ക്ഷേമത്തിനായി 94.69 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര സർക്കാർ 2022-23 മുതൽ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് നിർത്തലാക്കിയതിനെ തുടർന്ന് ന്യൂനപക്ഷ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഗവേഷണ സാധ്യതകൾ പ്രതികൂലമായി ബാധിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ 25-26 സംസ്ഥാന സർക്കാർ സംസ്ഥാന തലത്തിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചു. ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പദ്ധതി തുടരുന്നതിന് 11 കോടി രൂപ വകയിരുത്തുന്നു. സർ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദേശ സ്കോളർഷിപ്പ് എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. വിദേശത്തുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ അവരുടെ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകും. പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഈ വർഷം 4 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സമൃദ്ധരായ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ, സിവിൽ സർവീസ് വിദ്യാർത്ഥികൾ നൽകുന്ന ജോസഫ് കൊണ്ടശ്ശേരി സ്കോളർഷിപ്പിന്റെ വിഹിതം 8 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ ന്യൂനപക്ഷ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള വിഹിതം 27 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിവാഹമോചിത, വിധവ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായിട്ടുള്ള ഇമ്പിച്ചി ബാവ ഭവന പദ്ധതിക്ക് 5 കോടി രൂപയും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിക്ക് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമം പദ്ധതിയുടെ വിഹിതമായി 16 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 24 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന് ഓഹരി മൂലധനമായിട്ട് 12 കോടി വകയിരുത്തുന്നു. സർ, 1-ാം തരം മുതൽ 8 വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിന് മാർഗ്ഗദീപം പദ്ധതിക്കായിട്ട് 22 കോടി നൽകുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം. സർ, മുന്നോക്ക സമുദായങ്ങളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ വിഭാഗത്തിന് വിദ്യാഭ്യാസം, ഉപജീവനം, സ്വയം തൊഴിൽ എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ച പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാന മുന്നോക്ക ക്ഷേമ വികസന കോർപ്പറേഷൻ 39.77 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സെക്രട്ടേറിയറ്റ് സർവീസുകൾ ഓരോ മേഖലയിൽ സംസ്ഥാന ആസൂത്രണ ബോർഡിന് 2.27, ജില്ലാ ആസൂത്രണ സമിതി ഘട്ടങ്ങൾ 13.4, സർവേകൾ, പഠനം, പ്ലാൻ മോണിറ്ററിംഗ് പദ്ധതിക്ക് 9.15 കോടി മാറ്റിവെക്കുന്നു. സർ, പോലീസ്. രാജ്യത്തെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് സംവിധാനമുള്ള പോലീസ് സേനകളിലൊന്നാണ് എന്ന ഖ്യാതി കേരള പോലീസിനുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പോലീസ് വകുപ്പ് സാങ്കേതിക പുരോഗതി, കമ്മ്യൂണിറ്റി പോലീസിംഗ്, സൈബർ കുറ്റകൃത്യ അന്വേഷണം, അടിസ്ഥാന സൗകര്യ നവീകരണം എന്നിവയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള പോലീസ് പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുപ്രധാന സ്ഥാപനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ ആരംഭിക്കും. വിവിധ പദ്ധതികൾക്കായിട്ട് ഈ പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിട്ട് 155.80 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ പ്രവർത്തനങ്ങളുള്ള അതിനകത്ത് എൻ്റെ ഭൂമി സർവേ ഉൾപ്പെടെയുള്ള സർവേ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 26.8 കോടി രൂപ വകയിരുത്തുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന് ടെംപ്ലേറ്റ് അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ, പഴയ രജിസ്റ്റർ ചെയ്ത രേഖകളുടെ സംരക്ഷണം, രജിസ്ട്രേഷൻ തുടങ്ങി വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. 68 മുതലുള്ള പഴയ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുടെ സ്കാനിങ് നടപടി പൂർത്തിയായി. പണരഹിത പണമടയ്ക്കൽ പ്രക്രിയ അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുകയാണ്. ഈ സ്റ്റാമ്പ് സൗകര്യം തുടങ്ങി ധാരാളം കാര്യങ്ങൾ നടക്കുന്ന ഈ വകുപ്പിന് 32 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭരണനിർവഹണങ്ങളിലൊന്നാണ് കേരള റവന്യൂ വകുപ്പ്. ഭൂഭരണം, ദുരന്ത നിവാരണം, പൗരസേവന വിതരണം എന്നിവ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നിവ ഉറപ്പുവരുത്തുകയാണ് വകുപ്പിന്റെ സുപ്രധാന ലക്ഷ്യം. സ്മാർട്ട് സേവനങ്ങൾ നൽകുന്നതിനായി 1666 വില്ലേജ് ഓഫീസുകളുണ്ട്. വില്ലേജ് ഓഫീസുകളെയും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും പ്രചരിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നിരീക്ഷിക്കുന്നതിനുമായി ഈ ബജറ്റ് ഉൾപ്പെടുത്തി ഒരു റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ ആരംഭിക്കുന്നതാണ്. റവന്യൂ വകുപ്പിനായി 95.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഭക്ഷ്യഭദ്രതയും പൊതുവിതരണ സമ്പ്രദായവും. ഇന്ത്യയിലെ ഏറ്റവും ഫലപ്രദവും മികച്ചതുമായ പൊതുവിതരണ സമ്പ്രദായങ്ങളിലൊന്നാണ് കേരളത്തിനുള്ളത്. യൂണിവേഴ്സൽ റേഷനിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്ന സംസ്ഥാനം മുൻനിര നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നിലവിൽ മുൻഗണനാ കാർഡ് ഉടമകൾ
ഉൾപ്പെടെ 94.92 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ സംവിധാനം ലഭ്യമാക്കിയിരുന്നു. NFSAയുടെ കീഴിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെ പോലും റേഷൻ വിതരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വിദൂര പട്ടികവർഗ സങ്കേതങ്ങൾ, തീരപ്രദേശങ്ങൾ, വിദൂര പ്രദേശങ്ങൾ, പ്രതീക്ഷാ സ്ഥലങ്ങൾ എന്നിവ നേരിട്ട് മൊബൈൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നു. സർ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് വിപണി ഇടപെടലിനുള്ള പദ്ധതിയേതര വിവരം ഉൾപ്പെടെ ആകെ 2333.64 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തെക്കാളും 267.24 കോടി രൂപ അധികമാണ്. ഇതിനു പുറമെ സഹകരണ മേഖലയ്ക്ക് കീഴിൽ കൺസ്യൂമർ ഫെഡ് വഴി 75 കോടി രൂപയും വിപണി ഇടപെടലിനായിട്ട് വകയിരുത്തുന്നു. സർ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, അരി, ആട്ട, പഞ്ചസാര എന്നിവ ഉൾപ്പെടെ 13 അവശ്യ സാധനങ്ങൾ 50% വരെ വിലക്കുറവിൽ നൽകിക്കൊണ്ട് പൊതുവിപണിയിൽ വില നിലവാരം നിയന്ത്രിക്കുന്നതിന് സപ്ലൈകോ ഇടപെടുന്നുണ്ട്. 2026-27 കാലയളവിൽ 100 സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു. സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ നവീകരണത്തിനും എന്റർപ്രൈസസ് പ്ലാനിങ്ങിനും വേണ്ടി 17.8 കോടി രൂപ വകയിരുത്തുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 95.55 കോടി രൂപ വകയിരുത്തുന്നു. സർ, KDISC, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ, കേരള നോളജ് എക്കോണമി മിഷൻ പരിപാടി ഗണ്യമായ പുരോഗതി കൈവരിച്ചു. കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനും കഴിവുകൾ വളർത്തിയെടുക്കുന്ന ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ പ്രയാണത്തെ നയിക്കുന്നതിന് ഒരു പൊതുപരിപാടിയാണ് വിജ്ഞാന കേരളം. KDISCന്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ലിഥിയം, ടൈറ്റാനിയം ഓക്സൈഡ്, LTO ബാറ്ററി കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നതിന് എല്ലാ സഹായവും നൽകുന്നതാണ്. ഇന്നൊവേഷൻ പ്രോഗ്രാമുകൾ, വിജ്ഞാന കേരളം പ്രോഗ്രാം എന്നിവ ഉൾപ്പെടെ KDISCന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് തിരുവനന്തപുരത്ത് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. വർഷങ്ങളായി വാടകക്കെട്ടിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. ധനകാര്യ വകുപ്പ്, സർ, GSpark, UniSpark, ഗെയിൻ, PF 2.0 എന്നിവയുടെ പിന്തുണയ്ക്കായി പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്ന ധനകാര്യ വകുപ്പിന്റെ IT സോഫ്റ്റ്വെയർ വിഭാഗം ശക്തിപ്പെടുത്തൽ, ധനകാര്യ വകുപ്പിന്റെ ബജറ്റ് വിഭാഗം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് 5.4 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കിഫ്ബി, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വിസ്മയകരമായ പുരോഗതിയാണ് കിഫ്ബിയിലൂടെ സാധ്യമായത്. നാളിതുവരെ 96,554 കോടി രൂപയുടെ പദ്ധതി 1216 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിനും വ്യാവസായിക പാർക്കും ഉൾപ്പെടെ ഭൂമി എടുക്കുന്നതിനായിട്ട് 20,000 കോടി രൂപ കിഫ്ബിയിലൂടെ മാറ്റിവെച്ചു. 44,414 കോടി രൂപയുടെ 814 പദ്ധതികൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. 41,701 കോടി രൂപയുടെ 744 പദ്ധതികൾ കരാർ നൽകിയിട്ടുണ്ട്. 24,734 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു. വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. സർ, നാളിതുവരെ 38,535 കോടി രൂപ കിഫ്ബി ചെലവഴിച്ചു. അതിൽ 28,036 കോടി രൂപയും ഈ സർക്കാരിന്റെ കാലത്താണ് സർ ചെലവാക്കിയത്. GST വകുപ്പ്, സർ, സംസ്ഥാന GST വകുപ്പിന്റെ സമീപകാല നാഴികക്കല്ലായ പരിഷ്കാരങ്ങൾ നികുതി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സംസ്ഥാന ഖജനാവിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. വിപുലമായ ഡാറ്റ വിശകലനത്തിലൂടെ GST വകുപ്പിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമമായ നിർവഹണത്തിനും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നയ തീരുമാനത്തിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. GST വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 26.15 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതോടൊപ്പം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ജില്ലയാണ് എറണാകുളം. എറണാകുളത്ത് കേന്ദ്രീകരിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ഫിനാൻസ് ടവർ GST വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ആയിട്ട് അവിടെ നിർമ്മിക്കുന്നതാണ്. അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായിരിക്കും. സർ, GST സമ്പ്രദായം നിലവിൽ വന്നതോടെ നികുതി നിർവഹണ പ്രക്രിയ ആധുനിക സാങ്കേതികതയുടെയും വിവര വിശകലനത്തിന്റെയും ഡാറ്റ അനലിറ്റിക്സ് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ മുൻകാല ചെക്ക് പോസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഫലപ്രദമായി പുനർവിന്യസിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിലവിലുള്ള പൊതു ആസ്തികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്തർ സംസ്ഥാന വ്യാപാര വിനിമയങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും സാധിക്കും. സർ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ അവർ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വൺ ടൈം സഹായമായി 5 കോടി രൂപ ഉൾപ്പെടെ 6.5 കോടി രൂപ വകയിരുത്തുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ GSTയെ സംബന്ധിച്ചുള്ള കോഴ്സ് എന്ന നിലയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. സർ, സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 8.02 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, എക്സൈസ് വകുപ്പ്, ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി വിദ്യാർത്ഥികളെയും യുവാക്കളെയും പൊതുജനങ്ങളെയും ബോധവാന്മാരാക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വിമുക്തി മിഷന്റെ ഭാഗമായി നടത്തിവരുന്നു. ആരോഗ്യവകുപ്പിന്റെ ആശുപത്രിയിലും ഒപ്പം 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെന്ററുകളും റീജിയണൽ കൗൺസിലിംഗ് സെന്ററുകളും അടക്കമുണ്ട്. വിമുക്തി മിഷന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എക്സൈസ് വകുപ്പിനായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. ജുഡീഷ്യറി, സർ, ജുഡീഷ്യറിയുടെ വിവിധ കോടതികളുടെ പ്രവർത്തനങ്ങൾ, നിർമ്മാണം, ആധുനികവൽക്കരണം തുടങ്ങിയ പരിപാടികൾക്കായിട്ട് 24.65 കോടി രൂപ വകയിരുത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ ഓഫീസ് നിർമ്മാണങ്ങൾക്കായിട്ട് 76.41 കോടി രൂപ വകയിരുത്തുന്നു.
നിയമസഭാ നിയമസഭാ സെക്രട്ടേറിയറ്റ് വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിയമസഭാ മ്യൂസിയത്തിൽ EMS സ്മൃതി മണ്ഡപം സ്ഥാപിക്കുന്നതിനായിട്ട് 1.93 കോടി രൂപ ഉയർത്തുന്നു. സാർ, നവകേരള സദസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നടത്തിനായി 210 കോടി രൂപ ഉയർത്തുന്നു. ഓരോ നിയോജകമണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഓരോ MLAയ്ക്കും ഓരോ MLAമാരും സജസ്റ്റ് ചെയ്യാവുന്നത്. സാർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 5.74 കോടി രൂപ ഉൾപ്പെടെ കേരള സർവീസ് കമ്മീഷൻ 9.65 കോടി രൂപ വകയിരുത്തുന്നു. സർ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന ബാഹ്യ സഹായ പദ്ധതിക്കായി 1000 കോടി രൂപ മാറ്റിവെക്കുന്നു. ലീഗൽ മെട്രോളജി വകുപ്പിന് 4.1 കോടി രൂപ വെക്കുന്നു. സർ, ട്രഷറി വകുപ്പിന് വിവിധ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നു വരികയാണ്. പുതിയ 27 ട്രഷറി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടത്തി 67 ട്രഷറികളുടെ നവീകരണം സാധ്യമാക്കി. ട്രഷറി സേവനങ്ങളുടെ വേഗതയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, വിവര സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധിക സൗകര്യങ്ങൾ ഒരുക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കായി ട്രഷറി വകുപ്പിന് 23.75 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSFE-യുടെ അംഗീകൃത മൂലധനം 100 കോടി രൂപയിൽ നിന്ന് 250 കോടി രൂപയായി സർക്കാർ ഉയർത്തുകയുണ്ടായി. KSFE-യുടെ ആകെ വിറ്റുവരവ് 1 ലക്ഷം കോടി കവിഞ്ഞു. 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനിയായി KSFE മാറിയിരിക്കുന്നു. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് 143 പുതിയ ശാഖകളും 9 മേഖലാ ഓഫീസുകളും ആരംഭിക്കുകയും 5000-നടുത്ത് ഉദ്യോഗാർത്ഥികൾ PSC മുഖാന്തരം KSFE-യിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകിയ ലോൺ തുക 2021-ലെ 4621 കോടിയിൽ നിന്നും 2025-ൽ 8012 കോടിയായിട്ട് വർദ്ധിക്കുകയുണ്ടായി. സർ, KFCയുടെ മൂലധനത്തിൽ 73.5 കോടി രൂപയുടെ കൂടി വർധനവ് വരുത്തി പെയ്ഡപ്പ് ക്യാപിറ്റൽ 1000 കോടിയായിട്ട് ഉയർത്താനായിട്ട് തീരുമാനിക്കുകയാണ്. സർ, 50 കോടി രൂപ വരെ സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വരുന്ന 50 കോടി രൂപയുടെ വായ്പാ കാലാവധി 2 വർഷം കൂടി ദീർഘിപ്പിക്കുന്നു. സർ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി KFC പ്രഖ്യാപിക്കുകയാണ്. മുതിർന്ന പൗരന്മാരുടെ കമ്മ്യൂണിറ്റി ലീവിംഗ് ക്ലസ്റ്ററുകളും റിട്ടയർമെന്റ് ഹബ്ബുകളും നിർമ്മിക്കുന്നതിന് ആദ്യ 2 വർഷം 3% പലിശ സബ്സിഡിയോടുകൂടി 20 കോടി രൂപ വരെ നൽകുന്ന ഒരു പുതിയ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഇതിനായി 100 കോടി രൂപ മാറ്റിവെക്കുന്നു. സബ്സിഡി നൽകുന്നതിന് അടുത്ത വർഷം വേണ്ടി മാത്രം വരുന്നത് 3 കോടി വേണ്ടി വരും. ചെറുപ്പ് വ്യവസായ ക്ലസ്റ്ററുകളെ സഹായിക്കാനായിട്ട് ആദ്യ 2 വർഷം 2% പലിശ സബ്സിഡിയോടുകൂടി നൽകുന്ന ഒരു വായ്പാ പദ്ധതി 20 കോടി രൂപ വരെയുള്ള വായ്പാ പദ്ധതി KFC പ്രഖ്യാപിക്കുന്നു. 100 കോടി രൂപ അതിനായിട്ട് മാറ്റിവെക്കുന്നു. സർ, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വിവിധ മേഖലകളിൽ നടത്തുന്ന നമ്മുടെ സാമൂഹ്യനീതി, വനിതാ ശാക്തീകരണം, സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളുണ്ട്. ഗ്രൂപ്പ് ബെനിഫിറ്റ് സ്കീമിൽ 14 ലക്ഷത്തോളം അംഗങ്ങൾ ഉൾപ്പെടുന്നു. ഇതുവരെ 5000-ഓളം അംഗങ്ങൾക്കായി 14 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകണം. സാർ, ദേശീയ സമ്പാദ്യ പദ്ധതി കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെറുകിട നിക്ഷേപ സമാഹരണ മേഖലയിൽ മൊത്ത നിക്ഷേപമായി 12,081.34 കോടി രൂപയും മിച്ച നിക്ഷേപമായി 3,893 കോടി രൂപയും സ്വരൂപിക്കാനായിട്ട് കഴിഞ്ഞു. സർ, വകുപ്പ് നടത്തുന്ന സ്റ്റുഡന്റ് സേവിംഗ് സ്കീമിൽ ഇതുവരെ 6,637 സ്കൂളിലായി 5.17 ലക്ഷം വിദ്യാർത്ഥികൾ അംഗങ്ങളാവുകയും 24.37 കോടി രൂപ സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, സംസ്ഥാനത്തെ ഓഡിറ്റ് വകുപ്പിന് കണ്ണൂരിൽ പുതിയ സ്ഥലം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇതിനായിട്ട് 2.42 കോടി രൂപ അനുവദിക്കുന്നു. സർ, ജീവനക്കാരിൽ ഒന്നാമത്തത് ശമ്പള പരിഷ്കരണമാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിന്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർ, DA DR കുടിശ്ശിക. സർ, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ പൂർണ്ണമായും നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സർ, DA-യുടെയും DR-ന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സർ, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്. സർ, ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും. അഷ്വേർഡ് പെൻഷൻ. സർ, സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് അഷ്വേർഡ് പെൻഷൻ പദ്ധതി ചുവടെ പറയുന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു. സർ, അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്.
നിലവിലുള്ള NPS ൽ നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ തന്നെ തുടർന്നവർക്ക് അത് തുടരാം, പക്ഷെ ഇങ്ങോട്ട് മാറാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സർ, ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും. സർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. സർ, വിഭവ സമാഹരണം. സർ, നികുതി കുടിശ്ശിക തീർപ്പാക്കൽ നികുതിയാണ്